കഥ തുടരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ സ്വീകരണ മുറിയിൽ ജ്യോതി തനിച്ചായിരുന്നു. അവൾ ചെന്ന് റിസീവർ എടുത്തു. ഹലോ, മിസ്റ്റർ വാസുദേവ കൈമളുടെ വീടല്ലേ? ഒരു പുരുഷ സ്വരം ചോദിച്ചു. അതെ, അദ്ദേഹമുണ്ടോ? ഓഫീസിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല. ആരാണ് വിളിക്കുന്നത്? ഭവ്യതയോടെ അവൾ ചോദിച്ചു. എൻ്റെ പേര് ശശാങ്കൻ. രാമപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. രാമപുരം എന്ന് കേട്ടപ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് ജ്യോതിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. രാമപുരത്തുള്ള ഒരു PWD എഞ്ചിനീയറുടെ ആലോചന ബ്രോക്കർ വഴി വന്നിട്ടുണ്ടെന്ന് പത്മാവതി ടീച്ചർ അവളോട് സൂചിപ്പിച്ചിരുന്നു. അച്ഛൻ വരുമ്പോൾ ഞാൻ പറയാം. റിസീവർ വഹിക്കാനാണ് അവൾ തിടുക്കപ്പെട്ടു. മകളാണോ സംസാരിക്കുന്നത്? പെട്ടെന്ന് ശശാങ്കൻ ചോദിച്ചു. അതെ. ജ്യോതി. അതെ, ഞാൻ അമ്മയെ വിളിക്കാം. റിസീവർ മാറ്റി വെച്ചിട്ട് അവൾ അടുക്കളയിലേക്ക് വേഗം ചെന്നു. അച്ഛനെ ഒരാൾ ഫോണിൽ വിളിക്കുന്നു, അവൾ പത്മാവതി ടീച്ചറോട് പറഞ്ഞു. ആരാ മോളെ? ഉറയൊഴിക്കാൻ പാല് കാച്ചിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവർ. രാമപുരത്ത് നിന്നാണെന്നാണ് പറഞ്ഞത്. ടീച്ചർ അവളെ ഒന്ന് നോക്കി. നീ ഈ പാലൊന്ന് ഇളക്ക്, ഞാനിപ്പം വരാം. അമ്മ കൊടുത്ത സ്റ്റീൽ തവി വാങ്ങി ജ്യോതി പാൽ ഇളക്കിക്കൊണ്ട് നിന്നു. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അടുക്കളയിലേക്ക് വരുമ്പോൾ ടീച്ചറിൻ്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. അവർ അടുത്ത ഞായറാഴ്ച വരുന്നുണ്ട് നിന്നെ കാണാൻ. ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ തീരുമെന്നല്ലേ ചൊല്ല്. മൂന്നാമത്തെ ആലോചനയിലേ ഇത് നടക്കും മോളെ, അവർ പറഞ്ഞു. ജ്യോതി മിണ്ടിയില്ല. പിറ്റേന്ന് രാവിലെ ജ്യോതി കോളേജിൽ ചെന്നപ്പോൾ ഹരികൃഷ്ണൻ്റെ കാർ മഹാഗണിയുടെ ചുവട്ടിൽ കിടക്കുന്നത് അവൾ കണ്ടു. അവൾ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. ക്ലാസ്സിൽ ചെന്നപ്പോൾ ആൺകുട്ടികൾ ഇരിക്കുന്ന ഭാഗത്ത് ഹരികൃഷ്ണനും അഭിഷേകും സത്യനും ഉണ്ടായിരുന്നു. ജ്യോതിയെ കണ്ട് ഹരികൃഷ്ണൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. ജ്യോതി, എനിക്ക് തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പുറത്തേക്കൊന്ന് വരാമോ? ശാന്തമായിരുന്ന അവൻ്റെ സ്വരം. അവളൊന്ന് മടിച്ചു. എന്തെങ്കിലും കുരുത്തക്കേടുണ്ടാക്കാനാണോ അവൻ വിളിക്കുന്നതെന്ന് അവൾക്ക് സംശയം തോന്നി. പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. ജ്യോതി അവനെ നേരിട്ടു. വേണ്ട, നമുക്ക് 2 പേർക്കും അത് ബുദ്ധിമുട്ടാകും. ക്ലാസ് തുടങ്ങാൻ ഇനി 10 മിനിറ്റ് ഉണ്ട്. അതിനു മുമ്പ് ഞാൻ വിട്ടേക്കാം. ഒടുവിൽ ഹരികൃഷ്ണനെ അനുസരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. ഒന്നും പറയാതെ ജ്യോതി പുറത്തേക്കിറങ്ങി. ഹരികൃഷ്ണൻ പിന്നാലെ ചെന്നു. വരാന്തയിലെത്തിയപ്പോൾ ഹരികൃഷ്ണൻ പെട്ടെന്ന് നിന്നു. ജ്യോതിയോട് മാപ്പ് പറയാനാണ് ഞാൻ വിളിച്ചത്. എന്തിന്? പിന്നാലെ നടന്ന് ഞാൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇഷ്ടം കൊണ്ടായിരുന്നു. ഇഷ്ടം കൊണ്ടാണ് അമ്മയെ കൊണ്ട് ഞാൻ കല്യാണം ആലോചിപ്പിച്ചതും. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. പറഞ്ഞു കഴിഞ്ഞോ? അവൾ അക്ഷമയോടെ ചോദിച്ചു. ഇല്ല, ഒരുപാട് പെൺകുട്ടികളുമായി വേണ്ടാത്ത ബന്ധമുള്ളവനാണ് ഞാൻ എന്നാണല്ലോ ജ്യോതിയുടെ വിശ്വാസം. തെറ്റായ ധാരണയാണത്. ചില ഫ്രണ്ട്സ് ഉണ്ടെന്നതിൽ കവിഞ്ഞ് മറ്റു പെൺകുട്ടികളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ എന്നോട് പറയുന്നത്? ഒന്നിനുമല്ല, വെറുതെ. ജ്യോതിക്ക് സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമായ ഒരു ഭർത്താവിനെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. ഹരികൃഷ്ണൻ പരിഹസിക്കുകയാണോ എന്ന് അവൾക്ക് സംശയം തോന്നി. എനിക്ക് ആരുടെയും ആശംസ വേണ്ട. ദയവായി എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി. ജ്യോതി വെട്ടിത്തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ഹരികൃഷ്ണൻ അത് നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായി. വാതിൽ തുറന്ന് രമേഷ് ബാറിലേക്ക് കയറി ചെന്നു. കസേര നീക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് രമേഷിൻ്റെ മൊബൈലിൽ ബെല്ലടിക്കാൻ തുടങ്ങിയത്. പോക്കറ്റിൽ നിന്ന് അയാൾ അതെടുത്ത് നോക്കി. കാർത്തികയാണ്. എന്താ മോളെ? ചേട്ടനിപ്പോൾ എവിടാണ്? ഒരു ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കാൻ. മണി 7 ആയതല്ലേ ഉള്ളൂ. ഇത്ര നേരത്തെ വിശന്നോ? അയാളൊന്ന് ചിരിച്ചു. സകല നേരത്തും വിശപ്പുള്ള ഒരാളാണ് ഞാനെന്ന് നിനക്കറിയില്ലേ കാർത്തു? ഹോസ്റ്റലിൽ നിന്നാണോ നീ വിളിക്കുന്നത്? അതെ. കുളിച്ചോണ്ട് നിന്നപ്പം ചേട്ടൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. റൂമിലെത്തിയ ഉടനെ വിളിക്കുക. കുളിച്ചോണ്ട് നിന്നപ്പം എന്താ എന്നെ ഓർമ്മ വന്നേ? നക്ഷത്രങ്ങൾ കണ്ടപ്പോൾ, ലജ്ജയോടെ അവൾ പറഞ്ഞു. രമേഷ് പൊട്ടിച്ചിരിച്ചു. ബാറിലുണ്ടായിരുന്ന ചിലർ തലതിരിച്ച് അയാളെ നോക്കി. അപ്പോൾ എന്ത് തോന്നി? ചേട്ടനെ ഉടൻ കാണണമെന്ന് തോന്നി. ശനിയാഴ്ച വരാമോ? നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. എറണാകുളത്ത് MCAക്ക് പഠിക്കുകയാണ് കാർത്തിക. വീട് തിരുവനന്തപുരത്ത്. ഒരു തീവണ്ടി യാത്രയിൽ വെച്ചാണ് അവളെ പരിചയപ്പെട്ടത്. ഈ ആഴ്ച ഞാൻ ഫ്രീ അല്ല മോളെ. അതെന്താ? നിരാശയോടെ അവൾ ചോദിച്ചു. അളിയൻ്റെ ബന്ധത്തിലുള്ള ഒരാളുടെ മാരേജ് ഉണ്ട് ഞായറാഴ്ച. രാവിലെ ചങ്ങനാശ്ശേരിയിൽ വെച്ച്. പോകാതെ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളിനി എന്നാണ് കാണുന്നത്? പിന്നത്തെ ആഴ്ച. അന്ന് ഞാനുണ്ടാവത്തില്ല. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. സാരമില്ല, വന്നിട്ട് നമുക്ക് കാണാം. ബാംഗ്ലൂരിൽ പോകാൻ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ചേട്ടാ. അവിടെ ചെന്നാൽ ഒരു കൂട്ടുകാരിയുണ്ട്. അവളുടെ കൂടെ താമസിക്കാം. പക്ഷേ വേറെ ചിലവുകളില്ലേ? എത്ര വേണം നിനക്ക്? 3000 കിട്ടിയാൽ മതി. ബുദ്ധിമുട്ടാകുമോ ചേട്ടന്? നാളെ തന്നെ നിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ 3000 രൂപ ഇട്ടേക്കാം. ATMിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. താങ്ക്സ് ചേട്ടാ. വന്നിട്ട് നമുക്കൊരു ട്രിപ്പ് പോകണം, മൂന്നാറിലേക്ക്. ഓക്കെ മോളെ, ഗുഡ് നൈറ്റ്. സോഡ ചേർത്ത ബ്രാൻഡി അപ്പോൾ ഗ്ലാസ്സിൽ നുരയുന്നുണ്ടായിരുന്നു. അയാൾ അതെടുത്ത് ഒരു കവിൾ കുടിച്ചു. രമേഷ് ശ്രീഭദ്രയിൽ ചെന്നപ്പോൾ ശശാങ്കൻ്റെയും സുലോചനയുടെയും ഭക്ഷണം കഴിഞ്ഞിരുന്നു. രമേഷ് കുളി കഴിഞ്ഞ് വസ്ത്രം മാറി ചെന്ന് ഭക്ഷണം എടുത്തു കഴിച്ചു. കിടന്നപ്പോൾ തന്നെ അയാൾ ഉറങ്ങി. ഞായറാഴ്ച ആരൊക്കെയോ ചങ്ങനാശ്ശേരിയിൽ പോകുന്നേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ സുലോചന ചോദിച്ചു. നമ്മൾ 3 പേരും കൂടെ? രമേഷിന് സംശയമുണ്ടായിരുന്നില്ല. അതാ നല്ലത്. നമുക്ക് 3 പേർക്കും കൂടെ പോകാം, ശശാങ്കനും പറഞ്ഞു. ആ ഞായറാഴ്ച രാവിലെ 3 പേരും കൂടി ചങ്ങനാശ്ശേരിക്ക് പുറപ്പെട്ടു.
രമേശാണ് കാർ ഓടിച്ചത്. സുലോചനയും ശശാങ്കനും ബാക്ക് സീറ്റിലിരുന്നു. 11 മണിയായപ്പോൾ അവർ നന്ദനത്ത് എത്തി. അപ്പോൾ വിജയൻ നായരും അവിടെയുണ്ടായിരുന്നു. വാസുദേവ കൈമൾ 3 പേരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചു. മുണ്ടും ഷർട്ടുമായിരുന്നു രമേഷിൻ്റെ വേഷം. നെറ്റിയിൽ ചന്ദനക്കുറി ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കൈമൾക്ക് രമേഷിനെ ഇഷ്ടപ്പെട്ടു. കണ്ടാൽ തറവാട്ടിൽ പിറന്നവനാണെന്ന് ആരും പറയും. നല്ല ഐശ്വര്യമുള്ള ചെറുപ്പക്കാരൻ. അവർ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിച്ചു. 7 വർഷം മുമ്പ് അച്ഛനും 12 വർഷം മുമ്പ് അമ്മയും മരിച്ചു. പിന്നെ രമേഷിന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ അവൻ്റെ അമ്മയും ചേച്ചിയും, സുലോചന പറഞ്ഞു. അതിനെന്താ, ചേച്ചിക്ക് അഭിമാനിക്കാമല്ലോ. അനിയനെ പഠിപ്പിച്ച് എൻജിനീയറാക്കി സർക്കാർ ഉദ്യോഗസ്ഥനായുമില്ലേ? അഭിനന്ദനപൂർവ്വം കൈമൾ പറഞ്ഞു. അവർ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുമ്പോൾ ജ്യോതിയും സീമയും അവരുടെ മുറിയിലായിരുന്നു. ആളിനെ ഞാൻ കണ്ടു ചേച്ചി. ഈ ചേട്ടനെ കണ്ടാൽ നല്ല പക്വതയും പൗരുഷവുമുണ്ട്, സീമ പറഞ്ഞു. അച്ഛനെയും അമ്മയെയും ഇനിയെങ്കിലും വിഷമിപ്പിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതങ്ങ് നടന്നാൽ മതിയായിരുന്നു. ഇതും തെറ്റിപ്പോയാൽ അച്ഛനത് അടുത്ത ഷോക്കായിരിക്കും, ജ്യോതി പറഞ്ഞു. പത്മാവതി ടീച്ചർ അപ്പോൾ അവിടേക്ക് വന്നു. വാ മോളെ, അവർ നിന്നെ കാത്തിരിക്കുകയാ. അമ്മയുടെ പിന്നാലെ ജ്യോതി ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. ഇതാ എൻ്റെ മോൾ ജ്യോതി, അഭിമാനപൂർവ്വം പത്മാവതി ടീച്ചർ പറഞ്ഞു. രമേഷും സുലോചനയും ശശാങ്കനും കൗതുകത്തോടെ അവളെ നോക്കി. ചുരിദാറിലായിരുന്നു അവളുടെ വേഷം. നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ട്, കഴുത്തിൽ ഒരു മാല, കൈകളിൽ ഓരോ വള. വേറെ ഒരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക്. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെണ്ണാണ് ജ്യോതിയെന്ന് രമേഷിന് തോന്നി. MA ഫൈനൽ ഇയറാണ് ജ്യോതി അല്ലേ? സുലോചന ചോദിച്ചു. അതെ, മൃദുസ്വരത്തിൽ അവൾ പറഞ്ഞു. എന്താണ് സബ്ജക്റ്റ്? ശശാങ്കൻ ചോദിച്ചു. ഇക്കണോമിക്സ്. സുലോചനയും ശശാങ്കനും രമേഷിനെ നോക്കി. നിനക്കൊന്നും ചോദിക്കാനില്ലേ രമേഷേ? എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ? അയാൾ ചോദിച്ചു. എല്ലാവരും ചിരിച്ചു. ബാക്കി സംഭാഷണം സ്വീകരണ മുറിയിൽ വെച്ചായിരുന്നു. അതിനു മുമ്പ് രമേഷിനെ മുറ്റത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ശശാങ്കൻ സംസാരിച്ചു. നിനക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാൽ അക്കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കട്ടെ. അവർ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. നമ്മൾ അധികം സംസാരിച്ച് സമയം കളയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. രമേഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം, ശശാങ്കൻ പറഞ്ഞു. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജാതകം നോക്കിയിട്ട് പൊരുത്തമുണ്ടെന്നാണ് കണ്ടത്, വാസുദേവ കൈമൾ അറിയിച്ചു. എങ്കിൽ പിന്നെ എത്രയും വേഗം കല്യാണം നടത്താം. അതിനു മുമ്പ് ഇവിടുന്ന് ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമല്ലോ. അതാണല്ലോ രീതി, സുലോചന പറഞ്ഞു. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ വന്നാലോ? കൈമൾ ചോദിച്ചു. ഒരു വിരോധവുമില്ല. യാത്ര പറഞ്ഞ് അവർ പോയി. പിന്നത്തെ ഞായറാഴ്ച വാസുദേവ കൈമളും അനുജൻ പ്രഭാകര കൈമളും പത്മാവതി ടീച്ചറിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ രാമചന്ദ്രക്കുറുപ്പും കൂടി രാമപുരത്തേക്ക് പോയി. പഴയ മട്ടിലുള്ള ഒരു ഇരുനില വീടായിരുന്നു ശ്രീഭദ്രം. കണ്ടപ്പോൾ തന്നെ കൈമൾക്ക് വീടും ചുറ്റുപാടും ബോധിച്ചു. പാരമ്പര്യമുള്ള തറവാട്ടുകാരാണ് രമേഷും സുലോചനയും. ചായ കുടി കഴിഞ്ഞ് അവർ കാര്യത്തിലേക്ക് കടന്നു. നമുക്ക് അടുത്ത മാസത്തിൽ കല്യാണ നിശ്ചയം നടത്തിയാലോ? അതിൻ്റെ അടുത്ത മാസത്തിലെ നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും, കൈമൾ പറഞ്ഞു. രമേഷ് എന്ത് പറയുന്നു? അയാൾ നോക്കി ശശാങ്കൻ ചോദിച്ചു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കല്യാണ നിശ്ചയത്തിനേക്കാൾ നല്ലത് മോതിരം മാറൽ നടത്തുന്നതല്ലേ? പ്രഭാകര കൈമൾ ചോദിച്ചു. മോതിരം മാറലാകുമ്പോൾ അതൊരു അരക്കല്യാണമായി. ഞങ്ങൾക്ക് വിരോധമില്ല, ശശാങ്കൻ പറഞ്ഞു. സുലോചന അപ്പോൾ അയാളെ ഒന്ന് നോക്കി. ആണുങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കയറി ഞാൻ സംസാരിക്കുകയാണെന്ന് വിചാരിക്കല്ലേ. പെൺകുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാതിരിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അത് എന്തായിരിക്കുമെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, നിഷ്കളങ്ക ഭാവത്തിൽ സുലോചന പറഞ്ഞു. രാമചന്ദ്രക്കുറുപ്പും വാസുദേവ കൈമളും പരസ്പരം ഒന്ന് നോക്കി. 101 പവനും 5 ലക്ഷം രൂപയും ഞങ്ങൾ കൊടുക്കും, സുലോചനയോടായി കൈമൾ പറഞ്ഞു. 10 ലക്ഷവും കാറും 250 പവനുമൊക്കെ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കാശിന് ആർത്തിയില്ലാത്തതുകൊണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചു. ഇതിപ്പോൾ പെൺകുട്ടിയെ രമേഷിന് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല, സുലോചന പറഞ്ഞു. മോതിരം മാറലിന് മുഹൂർത്തം നോക്കിയിട്ട് തീയതി തീരുമാനിക്കാം എന്ന ധാരണയിലെത്തിയിട്ടാണ് അവർ പിരിഞ്ഞത്. കൈമളാണ് ജോത്സ്യനെ പോയി കണ്ടത്. പിന്നത്തെ മാസം 14-ാം തീയതി നല്ല മുഹൂർത്തമുണ്ട്. സുലോചന വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ രമേഷുമായി ആലോചിച്ചിട്ട് സമ്മതം അറിയിച്ചു. കോളേജിൽ ആരോടും ജ്യോതി ഒന്നും പറഞ്ഞില്ല. പക്ഷേ മല്ലികയോട് മാത്രം പറയാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. 13-ാം തീയതി രാവിലെ നന്ദനത്തെ മുറ്റത്ത് പന്തലുയർന്നു. 14-ാം തീയതി രാവിലെ ജ്യോതി കസവ് സാരി എടുത്തിറങ്ങി. വധുവിനെ പോലെ സുന്ദരിയായി അവൾ. 11:30-ക്കായിരുന്നു മുഹൂർത്തം. രാവിലെ തന്നെ ബന്ധുക്കൾ വന്നു ചേർന്നു. 11-ന് മുമ്പ് 5 കാറുകളിലായി രമേഷും ബന്ധുക്കളും സുഹൃത്തുക്കളും വന്നു. 11:30 ആയപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ജ്യോതിയുടെ വെളുത്തു നീണ്ട വിരലിൽ രമേഷ് മോതിരം അണിയിച്ചു. അയാളുടെ വിരലിൽ അവളും ഒരു തങ്കമോതിരം അണിയിച്ചു. എല്ലാവരുടെയും ചുമതലക്കാരായി വിജയൻ സാർ ഓടി നടക്കുന്നുണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അന്ന് 4 മണിയായപ്പോൾ വിജയൻ നായർ ഒരു ഓട്ടോറിക്ഷയിൽ ടൗണിലെ ലോഡ്ജിലേക്ക് പോയി. 7-ാം നമ്പർ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. അയാൾ വാതിലിൽ മെല്ലെ മുട്ടി. സത്യനാണ് വാതിൽ തുറന്നത്. അകത്ത് കസേരയിൽ ഹരികൃഷ്ണൻ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടാ, കയറി വാ, അവൻ ക്ഷണിച്ചു. വിജയൻ നായർ മുറിയിലേക്ക് കയറി ചെന്നു. എല്ലാം കഴിഞ്ഞോ ചേട്ടാ? ഹരികൃഷ്ണൻ ചോദിച്ചു. എല്ലാം മംഗളകരമായി കഴിഞ്ഞു മോനെ. അടുത്ത മാസം 28-ാം തീയതി രാവിലെ 10:00-ക്കും 11-നും ഇടയ്ക്കാണ് മുഹൂർത്തം. നന്നായി, ചേട്ടനിരിക്കെ.
വിജയൻ നായർ ഒരു കസേരയിലിരുന്നു. ആ വാതിലങ്ങ് അടച്ചേക്ക് സത്യ, ഹരികൃഷ്ണൻ പറഞ്ഞു. സത്യൻ ചെന്ന് വാതിലടച്ചിട്ട് ബെഡിലിരുന്നു. ഞാനാണ് ഈ ആലോചനയും കൊണ്ട് നന്ദനത്തേക്ക് വിട്ടതെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഹരികൃഷ്ണൻ ചോദിച്ചു. അയ്യോ ഇല്ല മോനെ, പറയാൻ പാടില്ലെന്ന് മോൻ പ്രത്യേകം പറഞ്ഞില്ലായിരുന്നോ? ഈ വിജയൻ നായർ വാക്കു പറഞ്ഞാൽ വാക്കാ. ഈ ഹരികൃഷ്ണനും വാക്കു പറഞ്ഞാൽ വാക്കാണ്. രമേഷും ജ്യോതിയും തമ്മിലുള്ള കല്യാണ നിശ്ചയം നടന്നാൽ 10,000 രൂപ തരുമെന്നല്ലേ പറഞ്ഞത്? ഇതാ ഞാൻ പറഞ്ഞ കാശ്. പേഴ്സിൽ നിന്ന് 1000-ന്റെ 10 നോട്ടുകളെടുത്ത് അവൻ വിജയൻ നായർക്ക് നീട്ടി. അയാൾ അത് ഇരുകൈയും നീട്ടി വാങ്ങി. ഇക്കാര്യം ഒരൊറ്റ മനുഷ്യന് അറിയാൻ പാടില്ല, മനസ്സിലായില്ലേ? വിജയൻ നായർ തലകുലുക്കി. എന്നാൽ പോയിക്കോ. അയാൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. എന്നാലും ഇതിത്തിരി കടന്ന കയ്യായിൽ പോയില്ലേ ഹരി? സത്യൻ ചോദിച്ചു. ഇല്ലടാ, വളരെ പാടുപെട്ട രമേഷിനെ പോലെ ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ച് ആ നായർക്ക് പറഞ്ഞു കൊടുത്തത്. എന്നെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാണിത്. അവൾ അതനുഭവിക്കണം. ഹരികൃഷ്ണന്റെ കണ്ണുകളിൽ പകയുടെ കനലെരിഞ്ഞു. രമേഷ് വിരലിലണിയിച്ച മോതിരത്തിൽ ജ്യോതി ഉറ്റുനോക്കി. കാണാൻ നല്ല ഭംഗിയുണ്ട്. രമേഷ് എന്ന പേര് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. മോതിരം കാണുമ്പോൾ ക്ലാസ്സിൽ എല്ലാവരും അറിയില്ലേ ചേച്ചി? സീമ ചോദിച്ചു. അറിയും. അല്ലെങ്കിൽ തന്നെ ഇനി ഒളിച്ചു വയ്ക്കുന്നത് എന്തിനാ? അതിൽ യാതൊരു അർത്ഥവുമില്ല. അച്ഛൻ വെറുതെ പേടിക്കുകയാ, ജ്യോതി പറഞ്ഞു. ആദ്യത്തെ ആലോചന അലസിപ്പോയില്ലേ? ആരോ അതിൻ്റെ പിന്നിൽ കളിച്ചതുകൊണ്ടാണല്ലോ. അച്ഛൻ പേടിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. രാവിലെ കോളേജിലേക്ക് പോകാൻ 2 പേരും കൂടിയാണ് ഇറങ്ങിയത്. അവർക്ക് സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടി. ജ്യോതി പെരുന്നയിൽ ഇറങ്ങി. സീമ ടൗണിലേക്ക് പോയി. ജ്യോതി ക്ലാസ്സിൽ ചെന്നപ്പോൾ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. മല്ലികയെ കണ്ടില്ല. ഷീബയും സബിതയും വന്നിരുന്നില്ല. ജ്യോതി അവളുടെ സീറ്റിൽ ചെന്നിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ മല്ലിക വന്നു. അവൾ ജ്യോതിയുടെ അടുത്തിരുന്നു. ഞാൻ ഇന്നലെ തിരിച്ച് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ എവിടെ പോയതാണെന്ന് ഷീബയും സബിതയും മാറി മാറി ചോദിച്ചായിരുന്നു. ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? തിരുവല്ലയിൽ എൻ്റെ ഒരു കുഞ്ഞമ്മ താമസമുണ്ട്, അവിടെ പോയി, അതാ പറഞ്ഞത്. മോതിരം മാറൽ ചടങ്ങിന് ക്ലാസ്സിൽ നിന്ന് മല്ലികയെ മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. അവൾ മാത്രമേ കൂട്ടുകാരിയായി ഉണ്ടായിരുന്നുള്ളൂ. ഇനി എല്ലാവരും അറിഞ്ഞോട്ടെ, സാരമില്ല, എപ്പോഴായാലും അറിയാനുള്ളതല്ലേ, ജ്യോതി പറഞ്ഞു. അപ്പോഴാണ് ഷീബയും സബിതയും ക്ലാസ്സിലേക്ക് കയറി വന്നത്. ജ്യോതിയെ ഷീബ ഒന്ന് ശ്രദ്ധിച്ചു. ജ്യോതി മുഖം തിരിച്ചു കളഞ്ഞു. എടി, അവൾക്കെന്തോ ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. നിനക്കങ്ങനെ തോന്നുന്നില്ലേ? ശബ്ദം താഴ്ത്തി സബിതയോട് ഷീബ ചോദിച്ചു. ആർക്ക്? ജ്യോതിക്കോ? എനിക്കൊന്നും തോന്നുന്നില്ല, സബിത പറഞ്ഞു. മുഖത്ത് ഒരു പ്രത്യേക തിളക്കം, ആരെയോ തോൽപ്പിച്ച മട്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത്? സബിത അവളെ ശാസിച്ചു. അവളെ എനിക്കങ്ങനെ വിടാൻ പറ്റത്തില്ല. കാരണം അവളെൻ്റെ എതിരാളിയാണ്, ഹരിയെ എന്നിൽ നിന്ന് അകറ്റുന്നവൾ. ഷീബ പല്ലുകൾ ഞെരിച്ചു. കല്യാണ നിശ്ചയം നടന്ന കാര്യം ജ്യോതി തന്നെയാണ് ക്ലാസ്സിലെ ചില കൂട്ടുകാരികളോട് പറഞ്ഞത്. ഷീബ അതറിഞ്ഞപ്പോൾ വിശ്വസിക്കാനാവാതെ ജ്യോതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാൻ കേട്ടത് ശരിയാണോ ജ്യോതി? നിന്റെ കല്യാണം ഉറച്ചോ? അവൾ ചോദിച്ചു. ഉറച്ചു. ആരാ നിന്നെ കെട്ടുന്നത്? അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും. രമേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയാൻ അവൾ മടിച്ചു. എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? ഷീബയ്ക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. സബിതയെയും കൊണ്ട് അവൾ വേഗം ക്ലാസ്സിൽ നിന്നിറങ്ങി. ഹരികൃഷ്ണനെ കാണണം. ജ്യോതിയുടെ കല്യാണം തീരുമാനിച്ച കാര്യം അവനെ അറിയിക്കണം. അവൻ്റെ മുഖത്തെ നിരാശ നേരിട്ട് കാണണം. ഹരി എന്ന് ആത്മഹത്യ ചെയ്യും. അവൻ്റെ സ്വപ്നസുന്ദരി അന്യൻ ഒരാളുടേതാവാൻ പോവല്ലേ, സബിത പറഞ്ഞു. ഏയ്, അവന് ഞാനില്ലേ, ഷീബ സ്വയം ആശ്വസിച്ചു. ഇനി മുറുകെ പിടിച്ചോ, വിടരുത്. അവർ കോണിപ്പടികൾ ഇറങ്ങി താഴെ ചെന്നപ്പോഴാണ് ഹരികൃഷ്ണൻ്റെ കാർ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് പാർക്കിംഗ് സ്ഥലത്ത് ചെന്ന് നിന്നത്. കാറിൽ നിന്ന് ഹരികൃഷ്ണനും സത്യനും ഇറങ്ങി. സത്യൻ്റെ ലോഡ്ജിൽ ചെന്ന് അവനെയും കൂട്ടിക്കൊണ്ടാണ് എന്നും ഹരി വരാറുള്ളത്. അവർ സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അക്ഷമരായി ഷീബയും സബിതയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹരി, ഒരു സംഭവമുണ്ടായി. ജ്യോതിയുടെ മാരേജ് ഫിക്സ് ചെയ്തു. നീ അറിഞ്ഞോ അക്കാര്യം? തിടുക്കത്തിൽ ഷീബ ചോദിച്ചു. അവൾ പ്രതീക്ഷിച്ച ഞെട്ടലോ വേവലാതിയോ ഒന്നും അവൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടില്ല. ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നലെയായിരുന്നു മോതിരം മാറൽ, ശാന്തസ്വരത്തിൽ അവൻ പറഞ്ഞു. നീ എങ്ങനെ അറിഞ്ഞു? മല്ലിക പറഞ്ഞോ? ജ്യോതിയാണ് പറഞ്ഞത്. അവൾ എന്നും എന്നെ വിളിക്കാറുണ്ട്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പുറമേ കാണിക്കുന്ന ഇഷ്ടക്കേടൊക്കെ വെറുമൊരു പുകമറയാണ്. വിശ്വാസം വരാതെ ഷീബ അവനെ നോക്കി. ഹരി നുണ പറയുകയാ. കല്യാണക്കാര്യം നീ ഇപ്പോഴാണ് അറിയുന്നത്. നിന്റെ ചമ്മൽ ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാ നീ ഇങ്ങനെ സബിത പറഞ്ഞു. അല്ല സബിത, ജ്യോതി എല്ലാ വിവരങ്ങളും അപ്പോൾ എന്നെ വിളിച്ച് അറിയിക്കാറുണ്ട്. രമേഷ് എന്നാണ് പയ്യൻ്റെ പേര്. PWD വകുപ്പിൽ എഞ്ചിനീയറാണ്. രാമപുരത്താണ് വീട്. അച്ഛനും അമ്മയും ഇല്ല പുള്ളിക്ക്, മരിച്ചുപോയി. ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ, സുലോചന, ഹരികൃഷ്ണൻ പറഞ്ഞു. ഷീബയുടെ നാവിറങ്ങിപ്പോയി. വാ സത്യ. സത്യനെയും വിളിച്ചുകൊണ്ട് ഹരികൃഷ്ണൻ സ്റ്റെയർ കേസ് കയറി. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? എല്ലാം നീ രഹസ്യമായി വെച്ചിട്ട്? സത്യം ചോദിച്ചു. ശരിക്കുള്ള രഹസ്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തിയില്ലല്ലോടാ. ഷീബ വലിയ ശല്യമാകും. അവളെ ഒന്ന് നിലയ്ക്ക് നിർത്താനാണ് കല്യാണം കഴിഞ്ഞാലും ജ്യോതി എൻ്റെ പെണ്ണാണെന്ന് അവൾ വിചാരിച്ചോട്ടെ, ഹരി പറഞ്ഞു. നിന്റെ ഈ പോക്കത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, സത്യൻ അവനോട് വിയോജിച്ചു.
ശരിയല്ല, എനിക്കറിയാം. പക്ഷേ ജ്യോതിയെ ചില പാഠങ്ങൾ എനിക്ക് പഠിപ്പിക്കണം. അല്ലാതെ പറ്റില്ല. എൻ്റെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞില്ല. അതിൻ്റെ ശിക്ഷ അവൾ അനുഭവിക്കണം. അവർ ക്ലാസ്സിൽ കയറിയിരുന്നു. ഷീബയും സബിതയും പിന്നാലെ വന്നു. അപ്പോഴേക്ക് ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു. പിന്നെ ആരും ഒന്നും സംസാരിച്ചില്ല. ഉച്ചയ്ക്കുള്ള ഇൻ്റർവെൽ സമയത്ത് ജ്യോതിയുടെ അടുത്തേക്ക് ഷീബ ചെന്നു. ജ്യോതി, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് രമേശ് എന്നാണോ? അവൾ ചോദിച്ചു. ജ്യോതി ഒന്ന് പകച്ചു. മല്ലികയാണോ ഇക്കാര്യം അവളോട് പറഞ്ഞത്? അവൾ മല്ലികയെ ഒന്ന് നോക്കി. മല്ലിക നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിച്ചു. അതെ, ജ്യോതി പറഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് അല്ലേ? അതെ. പരിഭ്രമം കാട്ടാതെ അവൾ തലകുലുക്കി. രാമപുരത്താണോ പുള്ളിയുടെ വീട്? ജ്യോതിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. രമേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഹരികൃഷ്ണന്റെ ചെവിയിലെത്തിയാൽ, അവൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ, ഈ കല്യാണവും മുടങ്ങിയാൽ അച്ഛൻ ചിലപ്പോൾ ജീവിച്ചിരുന്നില്ലെന്ന് വരും. ആരാ ഇതൊക്കെ ഷീബയോട് പറഞ്ഞത്? മറുപടി പറയാതെ ഷീബ വെട്ടിത്തിരിഞ്ഞു നടന്നു. ജ്യോതി തളർച്ചയോടെ ബെഞ്ചിലേക്കിരുന്നു. രമേഷ് ഓഫീസിലിരിക്കുമ്പോഴാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ കാർത്തികയാണ്. എവിടെയാ മോളെ നീ ഇപ്പോൾ? ഞാനിപ്പോൾ നോർത്ത് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ചേട്ടാ. അപ്പോൾ തന്നെ വിളിക്കുകയാണ്. ബാംഗ്ലൂർ പ്രൊജക്റ്റ് നന്നായി ചെയ്തോ? ഉവ്വ്, ഒരു ദിവസം മുമ്പേ തീർത്തു. നമ്മളെപ്പോഴാണ് കാണുന്നേ? ഞാൻ വിളിക്കാം. ശരി ചേട്ടാ. അവൾ ഭാഗമെടുത്ത് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഓട്ടോയിൽ കയറി കലൂരിലേക്ക് പോയി. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ മണി 10:30. സുചിത്ര ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവളൊരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടൻ്റാണ്. വാതിലടച്ചിട്ട് കാർത്തിക ജീൻസും ടോപ്പും ഊരിയെറിഞ്ഞു. എന്നിട്ട് പോയി സുഖമായി കുളിച്ചു. പകൽ മുഴുവനും ഉറങ്ങണം. അത്രയ്ക്ക് ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക്. 3ാമത്തെ നിലയിലായിരുന്നു അവളുടെ മുറി. കുളി കഴിഞ്ഞു വന്ന് ബാഗിൽ നിന്ന് ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് എടുത്തു. ട്രെയിനിൽ നിന്ന് വാങ്ങിയതാണ്. സീലിംഗ് ഫാനിൻ്റെ ചൂട്ടിലിരുന്ന് മുടിയുണക്കിക്കൊണ്ട് അവൾ ന്യൂഡിൽസ് കഴിച്ചു. ഉച്ചയ്ക്ക് മെസ്സിൽ നിന്ന് കഴിക്കാറില്ല. മോശം ഭക്ഷണമാണ്. ഉറങ്ങാൻ കിടക്കും മുമ്പ് അവൾ സുചിത്രയെ വിളിച്ചു. എടി, ഞാനെത്തി ഐലൻഡിൽ. നീ എപ്പം വരും? സുചിത്ര 6 മണിയാകുമ്പോഴാണ് സാധാരണ വരുന്നത്. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായതുകൊണ്ട് 7:30 വരെ അനുവാദമുണ്ട്. കാർത്തിക സുഖമായി ഉറങ്ങി. വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത്. അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. സുചിത്രയാണ് വന്നത്. ഞാൻ ഇപ്പോഴാണ് ഉണർന്നത്, കാർത്തിക പറഞ്ഞു. മണി 6:30 നീ ബാംഗ്ലൂരിൽ പോയത് പ്രൊജക്റ്റ് ചെയ്യാനോ അതോ ഉറക്കമൊഴിക്കാനോ? കള്ളച്ചിരിയോടെ സുചിത്ര ചോദിച്ചു. പൊടി അസത്തെ. കാർത്തിക അവളെ അടിക്കാനായി കൈയോങ്ങി. അവൾ ചിരിച്ചുകൊണ്ട് മാറിക്കളഞ്ഞു. നല്ലൊരു IT കമ്പനിയാണത്. കോഴ്സ് കഴിഞ്ഞ് അവിടെ ജോലിക്ക് ശ്രമിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കാർത്തിക പറഞ്ഞു. അപ്പോൾ നിന്റെ രമേശ് ചേട്ടനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ? കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ലടി. രമേശ് ചേട്ടനെ എന്നെ ഇഷ്ടമാണ്. ചേട്ടനെ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ പിരിയേണ്ട സമയം വരുമ്പോൾ ഞങ്ങൾ പിരിയും. നീയൊരു മണ്ടിയാണ്. ഈ അടിപൊളി ജീവിതമൊന്നും അധികകാലം നീണ്ടു നിൽക്കത്തില്ല മോളെ. സുചിത്ര പറയുന്നത് ശരിയാണെന്ന് കാർത്തികയ്ക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? 1-2 മാസത്തിനുള്ളിൽ നിന്റെ കോഴ്സ് തീരും. അപ്പോൾ കല്യാണം നടത്തണമെന്ന് പറയണം. സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. എങ്ങനെ? നീ പ്രഗ്നൻ്റ് ആകണം. അയാൾക്ക് പിന്നെ പിന്മാറാൻ പറ്റില്ല. ഞെട്ടലോടെ കാർത്തിക അവളെ നോക്കി. നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാറുണ്ട് അല്ലേ? സുചിത്ര ചോദിച്ചു. കാർത്തിക തലകുലുക്കി. ഏത് തരത്തിലാണ്? ഞാൻ ടാബ്ലറ്റ് കഴിക്കും. എങ്കിൽ ഇന്നു മുതൽ അത് വേണ്ട. ഈ ആഴ്ച തന്നെ നിങ്ങൾ തമ്മിൽ കാണണം. മനസ്സിലായില്ലേ? വസ്ത്രം മാറിയിട്ട് സുചിത്ര കുളിക്കാൻ പോയി. കാർത്തിക ആലോചനയുടെ മൊബൈൽ എടുത്ത് രമേശ് ചേട്ടന് ഒരു മെസ്സേജ് അയക്കാം. ചേട്ടാ, വെൻ ആർ യു ഗോയിങ് ടു കിസ് മീ ഓൺ മൈ ലിപ്സ്? അവൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അപ്പോൾ തന്നെ അയച്ചു. ഉടൻ രമേഷിൻ്റെ വിളി വന്നു. എന്താ മോളെ ഇപ്പോഴിങ്ങനെ തോന്നാൻ? അയാൾ ചോദിച്ചു. ഞാനിപ്പോൾ റൂമിൽ തനിച്ചാണ്. വെറുതെ ഇരുന്നപ്പോൾ ചേട്ടന് ഓർമ്മ വന്നു. നാളെ ഞാൻ വരട്ടെ? എങ്കിൽ പിന്നെ എത്ര നന്നായിരുന്നു. വരുമോ? അതോ എന്നെ കളിപ്പിക്കാൻ പറയുകയാണോ? വരും മോളെ. ഞാൻ നിന്നെ പറഞ്ഞു കളിപ്പിച്ചിട്ടുണ്ടോ? നാളെ വൈകുന്നേരം 5:30 ഞാൻ കലൂർ സ്റ്റാൻഡിൻ്റെ എതിർവശത്ത് വരും. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ചേട്ടാ. ഇടയ്ക്ക് വിളിക്കത്തില്ലേ? തീർച്ചയായും. അന്നും രമേഷ് ശ്രീഭദ്രയിൽ ചെന്നപ്പോൾ രാത്രി 8 മണിയായി. നിനക്ക് കുറച്ചുകൂടെ നേരത്തെ വീട്ടിൽ വരാൻ പാടില്ല രമേഷേ? സുരാജന ചോദിച്ചു. ഓഫീസിലിരുന്നുള്ള പണി മാത്രമല്ലല്ലോ ചേച്ചി എനിക്ക്. സൈറ്റിലൊക്കെ പോകണ്ടേ? തീർത്താൽ തീരാത്ത ജോലിയുണ്ട് ഇപ്പോൾ. അത് കേട്ട് ശശാങ്കൻ പുഞ്ചിരിച്ചു. കല്യാണം കഴിയട്ടെ. നിന്റെ ഈ എക്സ്ക്യൂസ് ഒന്നും ആ കുട്ടിയുടെ മുമ്പിൽ ചിലവാകത്തില്ല, അയാൾ പറഞ്ഞു. കല്യാണം കഴിഞ്ഞാലും ക്ലാസ്സും പരീക്ഷയും കഴിയുന്നതുവരെ ജ്യോതി അവളുടെ വീട്ടിലായിരിക്കത്തില്ലേ? 6 മാസമെങ്കിലും കഴിയാതെ അവളിവിടെ സ്ഥിരതാമസത്തിന് വരത്തില്ല, രമേഷ് പറഞ്ഞു. കല്യാണം കഴിഞ്ഞാലുടൻ ഞങ്ങളിവിടുന്ന് മാറാനാണ് പ്ലാൻ, സുചിത്ര പറഞ്ഞു. 6 മാസത്തേക്ക് അത് നടപ്പില്ല ചേച്ചി. മറ്റന്നാൾ എനിക്കൊരു കല്യാണമുണ്ട് ഗുരുവായൂരിൽ വെച്ച്. അതുകൊണ്ട് നാളെ ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകും. മാസത്തിൽ 2 കല്യാണങ്ങൾ വീതമുണ്ടല്ലോടാ നിനക്ക്. ഇത്രയും ഫ്രണ്ട്സോ? സുലോചന ആശ്ചര്യപ്പെട്ടു. മറുപടി പറയാതെ അയാൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കുളിക്കുമ്പോൾ അയാൾക്ക് കാർത്തികയെക്കുറിച്ച് ഓർമ്മ വന്നു. ഒരേ ഷവറിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരുമിച്ച് കുളിക്കുന്നത് അവൾക്ക് ഇഷ്ടമാണ്. നാളെ രാത്രിയിൽ ഇതേ നേരത്ത്. കുളി കഴിഞ്ഞ് രമേഷ് മുറിയിൽ വന്നപ്പോൾ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. കാർത്തിക അയച്ചത്. ഐ ആം വെയിറ്റിംഗ് ഫോർ ടുമോറോ നൈറ്റ്.
അയാളത് വായിച്ച് പുഞ്ചിരിച്ചു. നാളെ രാത്രിയാവാൻ കാർത്തിക അക്ഷമയോടെ കാത്തിരിക്കുന്നു. അയാൾ അപ്പോൾ തന്നെ അവൾക്കൊരു മറുപടി അയച്ചു. കം പ്രിപ്പയർഡ്, ഇറ്റ് വിൽ ബി എ ഫുൾ നൈറ്റ്. അങ്ങനെ മെസ്സേജ് അയച്ചെങ്കിലും അയാൾ തയ്യാറായി തന്നെ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. കാർത്തിക ഒരു മോഡേൺ പെണ്ണാണ്. അവൾക്ക് അബദ്ധമൊന്നും പറ്റുകയില്ല. 6 മാസമായി അവളുമായി നിരന്തരം ബന്ധപ്പെടുന്നു. ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഒരു രാത്രിയിലെ താമസത്തിനുള്ള വസ്ത്രങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും അയാൾ സൂട്ട് കേസിൽ എടുത്തു വെച്ചു. രമേശ് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് മൊബൈലിൽ ഒരു കോൾ വന്നത്. മായയായിരുന്നു അത്. എന്താ മോളെ ഈ നേരത്ത്? 10 മണി കഴിഞ്ഞ് അവൾ വിളിക്കാറില്ല. 9:30 അവൾ ഉറങ്ങും. ചേട്ടാ, കുഞ്ഞിന് നല്ല ടെമ്പറേച്ചർ. രാത്രിയിൽ പനി കൂടിയാൽ അമ്മയും ഞാനും ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അവൾ ആദ്യയോടെ ചോദിച്ചു. പേടിക്കേണ്ട മോളെ, ടെമ്പറേച്ചറിനുള്ള സിറപ്പ് ഇരിപ്പില്ലേ? ഒരു സ്പൂൺ കൂടെ കൊടുക്ക്. നേരം വെളുക്കുമ്പോഴേക്കേ പനി കുറയും. പെപ്പാനിരിപ്പുണ്ട്, അത് സന്ധ്യയ്ക്ക് കൊടുത്തതാ. എന്നാൽ വെറുതെ പേടിക്കണ്ട, നാളെ രാവിലെ ഞാൻ വിളിക്കാം. നാളെ ഇങ്ങോട്ട് വരുമോ? ചേട്ടനെ കാണിച്ചിട്ട് എനിക്കൊരു സമാധാനവുമില്ല. എന്നും എനിക്ക് വരാൻ പറ്റുമോ മോളെ? ആഴ്ചയിൽ ഒരിക്കൽ വരുന്നുണ്ടല്ലോ. നാളെ വരാൻ സാധിക്കില്ല. ചേട്ടൻ എന്നിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് പോലെ. കല്യാണം കഴിഞ്ഞാൽ എന്നെ വേണ്ടാതാകും. മായ കരയാൻ തുടങ്ങി. മണ്ടി, കരയാതെ. മറ്റന്നാൾ ഞാൻ വരാം, പോരെ? വരണേ, ഞാൻ കാത്തിരിക്കും. വരാൻ ഞാൻ. പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് രമേശ് ഓഫീസിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് പോയി. 5:30 മുമ്പേ അയാൾ കലൂരിലെത്തി. കാർ അല്പം മാറ്റി പാർക്ക് ചെയ്തിട്ട് അയാൾ കാത്തിരിക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഹാൻഡ് ബാഗ് ചുമലിൽ തൂക്കിയിട്ട് കാർത്തിക വന്നു. രമേശ് ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. മറൈൻ ഡ്രൈവിലുള്ള ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ചെന്നാണ് കാർ നിന്നത്. രമേശിനോടൊപ്പം റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ കാർത്തികയ്ക്ക് ഒട്ടും പരിഭ്രമമില്ലായിരുന്നു. 2ാമത്തെ നിലയിൽ കടലിന് അഭിമുഖമായ മുറിയാണ് അവർക്ക് കിട്ടിയത്. വാതിലടച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഉറങ്ങുകയില്ല. ചുണ്ടുകൾ സ്വതന്ത്രമായപ്പോൾ കാർത്തിക പറഞ്ഞു. ഇന്ന് രാത്രി നിന്നെ ഞാൻ ഉറക്കുകയില്ല, രമേശ് പറഞ്ഞു. കടലിൽ നിന്ന് അപ്പോൾ ഒരു കാറ്റ് ജനാലയിലൂടെ മുറിയിലേക്ക് കയറി വന്നു. കാറ്റിൽ കാർത്തികയുടെ നെറ്റിയിലെ മുടിയിഴകൾ ഇളകി. അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ അഭിഷേകും സത്യനുമൊത്ത് ഹരികൃഷ്ണൻ കോഫി ഹൗസിലേക്ക് പോയി. സത്യൻ്റെ ഒരു ബലഹീനതയാണ് കോഫി ഹൗസിലെ മസാലദോശ. ഒരു മേശയ്ക്ക് ചുറ്റുമായി 3 പേരും ഇരുന്നു. എനിക്ക് ഒരു നെയ്റോസ്റ്റ് മതി, അഭിഷേക് പറഞ്ഞു. എനിക്കും നെയ്റോസ്റ്റ് മതി, ഹരികൃഷ്ണൻ പറഞ്ഞു. ഒരു മസാലദോശയ്ക്കും 2 നെയ്റോസ്റ്റിനും അവർ ഓർഡർ കൊടുത്തു. ഹരികൃഷ്ണൻ പൊതുവെ മൂകനായിരുന്നു. പഴയ പ്രസരിപ്പോ സന്തോഷമോ അവൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല. നീ എന്താ നിരാശകാമുകൻ്റെ റോൾ അഭിനയിക്കുക? പെട്ടെന്ന് അഭിഷേക് ചോദിച്ചു. അവനെ ഒന്ന് നോക്കിയതല്ലാതെ ഹരികൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല. താടിയും വളർത്തി ഒരു ശോകഗാനവും പാടി കോളേജിലെ മരച്ചോട്ടിലും വരാന്തയിലും നടന്നു പാടിയാൽ സംഗതി കംപ്ലീറ്റ് ആകും. മിണ്ടാതിരിയടാ, സത്യം പറഞ്ഞു. അസുഖകരമായ ഒരു നിശബ്ദത അവർക്കിടയിലുണ്ടായി. ജ്യോതിയുടെ കല്യാണത്തിന് ഇനി 1 മാസത്തിലേറെയുണ്ട്, സത്യം പറഞ്ഞു. അതുകൊണ്ടെന്താ? ഹരികൃഷ്ണൻ ചോദിച്ചു. അവരുടെ വീട്ടുകാർ ഇതുവരെ കല്യാണം വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. അതായത് ഇനിയും സമയമുണ്ടെന്നർത്ഥം. എന്തിന്? ജ്യോതിക്ക് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സത്യ. ലോകത്ത് മറ്റേത് പെണ്ണിനെ സ്നേഹിച്ചതിലേറെ നീ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. അതൊക്കെ വൺ വേ പ്രേമമായിരുന്നെങ്കിലും അവളുടെ ജീവിതത്തിൽ നിഴൽ വീണാൽ പോലും നിനക്ക് സഹിക്കുമോടോ ഹരി? ഹരികൃഷ്ണൻ ഞെട്ടിപ്പോയി. രമേഷിനെ പോലൊരു വൃത്തികെട്ടവൻ ജ്യോതിയുടെ ഭർത്താവായാൽ അവളുടെ ജീവിതം കട്ടപ്പുകയാകത്തില്ലേ? കണ്ണീരും കൈയുമായി അവൾ നടക്കുന്നത് കാണുമ്പോഴേ നിന്റെ മനസ്സിലെ പക ഇല്ലാതാവുകയുള്ളോ? സത്യം ചോദിച്ചു. ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? അഭിഷേക് ചോദിച്ചു. ജ്യോതിയെ രക്ഷപ്പെടുത്താൻ പറ്റും, ഇവൻ വിചാരിച്ചാൽ. എങ്ങനെ? ഹരികൃഷ്ണൻ ചോദിച്ചു. നീ ജ്യോതിയെ ചെന്ന് കാണണം, അല്ലെങ്കിൽ അവളുടെ അച്ഛനെ. എന്നിട്ട് രമേഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണം. പക്ഷെ സത്യ, നീ അതിന് തയ്യാറായാൽ ജ്യോതി ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും. അവൾ രക്ഷപ്പെട്ടാലും ഇവന് അവളെ കിട്ടുമെന്ന് തോന്നുന്നില്ല, അഭിഷേക് പറഞ്ഞു. ഹരി, നീ വാ. ജ്യോതിയെ കണ്ട് എല്ലാം തുറന്നു പറഞ്ഞുകൂടെ നിനക്ക്? ഹരികൃഷ്ണൻ്റെ മറുപടി കേൾക്കാൻ സത്യനും അഭിഷേകനും ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. വൈകുന്നേരം സീമ കോളേജിൽ നിന്ന് വന്ന് കുളിക്കഴിഞ്ഞ് ജ്യോതിയുടെ മുറിയിലേക്ക് ചെന്നു. മേശപ്പുറത്ത് പുസ്തകം തുറന്നു വെച്ച് വിദൂരത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ജ്യോതി. കല്യാണപ്പെണ്ണ് ഇപ്പോൾ എന്ത് സ്വപ്നമാണ് കാണുന്നത്? സീമ കളിയായി ചോദിച്ചു. പെട്ടെന്ന് തലതിരിച്ച് അവൾ സീമയെ നോക്കി. ജ്യോതിയുടെ 2 കണ്ണുകളും നിറഞ്ഞു നിൽക്കുന്നത് അവൾ കണ്ടു. എന്താ ചേച്ചി, എന്തു പറ്റി? അവളുടെ ചുമലിൽ കൈവച്ച് സീമ ഉത്കണ്ഠയോടെ ചോദിച്ചു. ഒരു തുള്ളി കണ്ണീർ ജ്യോതിയുടെ കവിളിലൂടെ താഴേക്ക് ഒഴുകി. എനിക്ക് പേടിയാ മോളെ. എന്തു പേടി? ഈ കല്യാണം ചിലപ്പോൾ നടക്കത്തില്ല. എന്തുകൊണ്ട്? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആര്? ഹരികൃഷ്ണനോ? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന് മാത്രമേ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ. മല്ലികയ്ക്ക് മാത്രം രമേശ് എന്നാണ് പേരെന്നും അറിയാം. പക്ഷേ എങ്ങനെ? അവൻ സകല ഡീറ്റെയിൽസും അറിഞ്ഞു കഴിഞ്ഞു. അതിന് ചേച്ചി എന്തിനെ പേടിക്കുന്നേ? രാമപുരത്ത് ചെന്ന് എന്നെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ അവർ പിന്മാറിയാലോ? സീമ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അച്ഛനത് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ? പെട്ടെന്ന് സീമ ചോദിച്ചു. എന്നിട്ട്?
ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പോൾ അവൻ്റെ മനസ്സ് മാറിയാലോ. അവൻ്റെ കാല് പിടിക്കാൻ പോകാനൊന്നും എന്നെ കിട്ടത്തില്ല. രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിന്നു. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് വാസുദേവ കൈമൾ വന്നത്. ടീച്ചറെ, ഉത്സാഹത്തോടെ അദ്ദേഹം നീട്ടി വിളിച്ചു. പത്മാവതി അമ്മ പെട്ടെന്ന് മുൻവശത്തേക്ക് ചെന്നു. മണി 7 കഴിഞ്ഞില്ലേ? വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുക. അക്കാര്യം ഓർമ്മയുണ്ടോ ഇവിടെ ഒരാൾക്ക്? ഇനിയെങ്കിലും നേരത്തെ വീട്ടിൽ വന്നുകൂടെ? സ്നേഹപൂർവ്വം കൈമളെ ടീച്ചർ ശാസിച്ചു. വാസുദേവ കൈമൾ പൊട്ടിച്ചിരിച്ചു. വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുകയാണെന്ന് ടീച്ചറേക്കാൾ ഓർമ്മയുണ്ട് എനിക്ക്. ഇനി എത്ര ദിവസമുണ്ടെന്നാണ് വിചാരം? വെറും 39 ദിവസം. വരാൻ താമസിച്ചതിൽ കാര്യമുണ്ട്. ദാ ഇതൊന്ന് നോക്കിക്കേ. ഹാൻഡ് ബാഗിൽ നിന്ന് വീതിയുള്ള ഒരു കവറെടുത്ത് കൈമൾ പത്മാവതി അമ്മയ്ക്ക് കൊടുത്തു. ടീച്ചർ അത് തുറന്നു നോക്കി. മനോഹരമായ ഇൻവിറ്റേഷൻ കാർഡുകളുടെ വിവിധ തരത്തിലുള്ള 4-5 സാമ്പിളുകളായിരുന്നു അതിനുള്ളിൽ. ഇത് പോയി മേടിക്കാനാ താമസിച്ച്. ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്ത് നാളെ തന്നെ പ്രിൻ്റ് ചെയ്യിക്കാൻ കൊടുക്കാം. മോൾക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ, പത്മാവതി അമ്മ പറഞ്ഞു. എന്നാൽ വിളിക്കാവളെ. ജ്യോതി, പത്മാവതി അമ്മ ഉറക്കെ വിളിച്ചു. ജ്യോതി മെല്ലെ എഴുന്നേറ്റു. കണ്ണു തുറക്കി. ആർക്കും സംശയം തോന്നണ്ട, സീമ പറഞ്ഞു. നനഞ്ഞ ടവൽ കൊണ്ട് മുഖം അമർത്തി തുറച്ചിട്ടാണ് സീമയോടൊപ്പം അവൾ മുൻവശത്തെ മുറിയിലേക്ക് ചെന്നത്. അപ്പോഴേക്ക് ട്യൂഷൻ കഴിഞ്ഞ് വിവേകും വന്നു. അച്ഛൻ കൊണ്ടുവന്ന കാർഡാ. ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് പറ. ജ്യോതി വെറുതെ നോക്കി നിന്നതേയുള്ളൂ. ഇത് കൊള്ളാം അല്ലേ ചേച്ചി? ഒരു കാർഡ് തിരഞ്ഞെടുത്തുകൊണ്ട് വിവേക് ചോദിച്ചു. ജ്യോതി അത് വാങ്ങി നോക്കി. അവൾ മൂളി. എനിക്കും ആ കാർഡാണ് ഇഷ്ടപ്പെട്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ സീതാ സ്വയംവരത്തിൻ്റെ സ്കെച്ച് കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട്, സീമ പറഞ്ഞു. അത് വേണ്ട മോളെ, പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ വാസുദേവ കൈമൾ പറഞ്ഞു. അതെന്താച്ചാ? സീമ ചോദിച്ചു. അറം പറ്റിയാലോ എൻ്റെ മോൾക്ക്? സീതയുടെ ജീവിതം അവൾക്ക് വേണ്ട. ഓർത്തപ്പോൾ കൈമൾ പറഞ്ഞത് ശരിയാണെന്ന് പത്മാവതി അമ്മയ്ക്ക് തോന്നി. കാട്ടിലും മേട്ടിലും 14 വർഷത്തെ അലച്ചിൽ, പിന്നെ മഹിയായപ്പോൾ സംശയത്തിൻ്റെ പേരിൽ പുറന്തള്ളൽ, 2 മക്കളെ പ്രസവിച്ച് ഭർത്താവില്ലാതെ കാട്ടിൽ. എൻ്റെ മോൾക്കത് സംഭവിക്കരുത്. എങ്കിൽ ഈ കാർഡ് മതി. വിവേക് മറ്റൊരെണ്ണം തിരഞ്ഞെടുത്തു. സീമയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. നാളെ തന്നെ പ്രസ്സിൽ കൊടുക്കണം. 1000 കാർഡ് അടുപ്പിക്കാം അല്ലേ? കൈമൾ ചോദിച്ചു. 1000 വേണോ? പത്മാവതി അമ്മ സംശയിച്ചു. വേണം, നമ്മുടെ വീട്ടിലെ ആദ്യത്തെ മംഗല്യമല്ലേ, എല്ലാവരെയും വിളിക്കണം. ആ ചർച്ച അവിടെ അവസാനിച്ചു. വാസുദേവ കൈമളുടെ ആഹ്ലാദം കണ്ടപ്പോൾ ജ്യോതിയുടെ ഉള്ള നീറിപ്പുകഞ്ഞു. ഈശ്വരന്മാരെ, ഒരനിഷ്ടവും ഉണ്ടാക്കരുതേ. പിറ്റേന്ന് രാവിലെ ജ്യോതി കോളേജിൽ ചെന്നപ്പോൾ ഹരികൃഷ്ണൻ അക്ഷമയോടെ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. ജ്യോതി, അവൻ വിളിച്ചു. അത് കേൾക്കാത്ത മട്ടിൽ അവൾ പോയി. അവൻ ഓടിച്ചെന്ന് അവളുടെ മുമ്പിൽ കയറി. ജ്യോതി, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, സൗമ്യമായ സ്വരത്തിൽ ഹരികൃഷ്ണൻ പറഞ്ഞു. ഹരി പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ. കുട്ടികളൊക്കെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. ജ്യോതി കല്യാണം കഴിക്കാൻ പോകുന്ന രമേഷിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞെട്ടലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ജ്യോതി, ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. രമേഷ് നല്ല ആളല്ല. അയാൾക്കില്ലാത്ത ദുസ്വഭാവങ്ങളൊന്നുമില്ല. പല സ്ത്രീകളുമായി ബന്ധമുള്ളവനാണ്. കോപത്തോടെ ജ്യോതി അവനെ നോക്കി. മതി പറഞ്ഞത്. എൻ്റെ കല്യാണം മുടക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക അല്ലേ? എന്തിനാ ഹരി എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പറഞ്ഞാൽ ജ്യോതി വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ സത്യമാണ്. രമേഷിന് ഇപ്പം തന്നെ വേറൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ അച്ഛനോട് പറയണം. ഹരി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. പറയുമോ? എന്താണ്? കഴിഞ്ഞ മാസത്തിൽ കാക്കനാട്ട് ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലിയുള്ള അരവിന്ദൻ്റെ കല്യാണാലോചന വന്നപ്പോൾ അത് ചെന്ന് മുടക്കിയത് നീയല്ലേ? ഹരികൃഷ്ണന് അവളുടെ കണ്ണുകളെ നേരിടാൻ കഴിഞ്ഞില്ല. അത് പിന്നെ എനിക്ക് മറുപടി പറയാനില്ലാതെ അവൻ ഉളറി. എല്ലാം എനിക്ക് മനസ്സിലായി. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടൂ പ്ലീസ്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. ഇനിയെങ്കിലും ഉപദ്രവിക്കല്ലേ. അവൾ വേഗം നടന്നു. അവൻ മെല്ലെ കാറിനടുത്തേക്ക് ചെന്നു. കാറിനുള്ളിൽ അഭിഷേകും സത്യനും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞ അവളോട്? സത്യൻ ചോദിച്ചു. പക്ഷേ അവളൊന്നും വിശ്വസിച്ചില്ലടാ. നിരാശയോടെ ഹരികൃഷ്ണൻ കാറിൽ കയറിയിരുന്നു. ഇനിയെന്ത് ചെയ്യും? അഭിഷേക് ചോദിച്ചു. എനിക്കറിയില്ല, നിസ്സഹായതയോടെ ഹരികൃഷ്ണൻ പറഞ്ഞു. ഇനിയൊരു വഴിയുണ്ട്, സത്യം പറഞ്ഞു. എന്താണ്? ഹരികൃഷ്ണൻ ആകാംക്ഷയോടെ അവനെ നോക്കി. ജ്യോതിയുടെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കണം. പുള്ളിയാകുമ്പോൾ കുറച്ചുകൂടി സമാധാനത്തോടെ കേൾക്കും. ഹരികൃഷ്ണൻ ഒരു നിമിഷം ആലോചിച്ചു. സത്യം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവന് തോന്നി. വാസുദേവ കൈമൾ എടുത്തുചാടി ഒന്നും ചെയ്യുകയില്ല. രമേഷിനെ കുറിച്ച് അറിഞ്ഞതൊക്കെ അന്വേഷിക്കും. ശരിയാണ്, ജ്യോതിയുടെ അച്ഛനെ കണ്ട് വിവരം പറയാം. അവൻ സമ്മതിച്ചു. എവിടെയാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്? അഭിഷേക് ചോദിച്ചു. ട്രഷറി ഓഫീസിലാ. എനിക്കറിയാം, ഹരികൃഷ്ണൻ പറഞ്ഞു. നീ കാറ് വിട്, ഇപ്പം തന്നെ നമുക്ക് പോകാം, സത്യം പറഞ്ഞു. ഹരികൃഷ്ണൻ കോട്ടയത്തിന് കാറ് വിട്ടു. കോട്ടയത്ത് ട്രഷറി ഓഫീസിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹരികൃഷ്ണൻ്റെ മനസ്സിൽ ആശങ്ക നിറഞ്ഞിരുന്നു. എങ്ങനെയായിരിക്കും ജ്യോതിയുടെ അച്ഛൻ പ്രതികരിക്കുക? നീ പോയിട്ട് വാ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, അഭിഷേക് പറഞ്ഞു. ഹരികൃഷ്ണൻ ഒറ്റയ്ക്കാണ് ഓഫീസിലേക്ക് കയറി ചെന്നത്. വാസുദേവ കൈമൾ ഒറ്റയ്ക്കായിരുന്നു മുറിയിൽ. ഫയലിൽ നിന്ന് കണ്ണുകളുയർത്തി അദ്ദേഹം അവനെ നോക്കി. എന്താണ്? കൈമൾക്ക് ഹരികൃഷ്ണനെ മനസ്സിലായില്ല. എൻ്റെ പേര് ഹരികൃഷ്ണൻ.
ജ്യോതിയുടെ ക്ലാസ്മേറ്റാണ്. സാറിനെ ഒന്ന് കാണാൻ വന്നതാണ്. പെട്ടെന്ന് കൈമളുടെ തലയ്ക്കുള്ളിൽ ഒരു ഓർമ്മ മിന്നി. ഡോക്ടർ സുമതിക്കുട്ടിയമ്മയുടെ മകനല്ലേ? അതെ. കൈമളുടെ മുഖം ഇരുണ്ടു. എന്താ വന്നത്? എനിക്ക് സാറിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ജ്യോതിയുടെ കല്യാണം തീരുമാനിച്ചു. അക്കാര്യം പറയാനാണെങ്കിൽ കൊച്ചൻ നിൽക്കണമെന്നില്ല. ആ കല്യാണം നടത്തരുത് സാർ. അത് അപകടമാണ്. ആ രമേഷ് ആൾ ശരിയല്ല. വാസ്തവ കൈമൾ അവനെ തുറച്ചു നോക്കി. രമേഷിന് ഏതാണ് കുഴപ്പം? അയാളുടെ സ്വഭാവം നന്നല്ല. അയാൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ട്. ഒരു സ്ത്രീയിൽ കുഞ്ഞും ജനിച്ചിട്ടുണ്ട്. ഒന്നാന്തരം മദ്യപൻ. ജ്യോതിയെ അയാൾക്ക് കൊടുക്കരുത്. കൈമൾ പരിഹാസത്തോടെ ചിരിച്ചു. നിന്നെ ഞാൻ ആട്ടിയിറക്കുന്നില്ല. നീ ചെമ്പകശ്ശേരിയിലെ ഡോക്ടർ സുമതിക്കുട്ടിയമ്മയുടെ മകനായതുകൊണ്ടല്ല, എൻ്റെ മാന്യത കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സമയം മെനക്കെടുത്താതെ കുഞ്ഞു പോ. ജ്യോതിയുടെ അച്ഛൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. നന്നായി അന്വേഷിച്ചിട്ട് മാത്രമേ ഈ കല്യാണം നടത്താവൂ. അബദ്ധം പറ്റരുത്. ജ്യോതിയെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള നിരാശ കൊണ്ടല്ല ഞാനിത് പറയുന്നത്. അവൾക്ക് ഒരാപത്തും സംഭവിക്കരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ മോളുടെ കാര്യത്തിൽ നീ വേവലാതിപ്പെടണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പോ. കൈമൾ കടുപ്പിച്ച് പറഞ്ഞു. ഹരികൃഷ്ണൻ ഓഫീസിൽ കാണാൻ വന്ന കാര്യം വൈകുന്നേരം നന്ദനത്തെത്തിയപ്പോൾ പത്മാവതി അമ്മയോട് കൈമൾ പറഞ്ഞു. അവനെ അസൂയ. അവനോ കിട്ടിയില്ല. വേറെ ആർക്കും ജ്യോതിയെ കിട്ടരുതെന്ന വാശിയില്ല. കവിളത്ത് ഒന്ന് പൊട്ടിച്ചൂടാൻ വയ്യായിരുന്നോ സാറിന്? അരിശത്തോടെ പത്മാവതി അമ്മ ചോദിച്ചു. ഓഫീസായി പോയില്ലേ? തന്നെയുമല്ല, നമ്മുടെ മോനാകാൻ പ്രായമല്ലേ ഉള്ളൂ അവന്. ഞാനങ്ങ് ക്ഷമിച്ചു, കൈമൾ പറഞ്ഞു. കോളേജിൽ വെച്ച് ഇതേ കാര്യങ്ങൾ എൻ്റെ അടുത്തും വന്ന് അവൻ പറഞ്ഞു. ജ്യോതി അറിയിച്ചു. നീ എന്ത് പറഞ്ഞു മോളെ? കൈമൾ ചോദിച്ചു. അന്ന് ഏറ്റുമാനൂരിൽ നിന്ന് വന്ന ആലോചനയും മുടക്കിയത് അവനായിരുന്നു. ചോദിച്ചപ്പോൾ മിണ്ടാട്ടമില്ല, അവൾ പറഞ്ഞു. സീമ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായാലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ അച്ഛാ? ആ ബ്രോക്കർ പറഞ്ഞത് മാത്രം വിശ്വസിക്കുന്നത് ശരിയാണോ? അവൾ ചോദിച്ചു. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളിനി രഹസ്യമായി അന്വേഷിച്ചാലും അവർ അറിയും. നമുക്കത് നാണക്കേടാ. അവർ അന്തസ്സുള്ള കുടുംബക്കാരാ. രമേഷ് നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനാ. അവനെക്കുറിച്ച് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. PWD എഞ്ചിനീയറാ. അവനെ കിട്ടാൻ ആഗ്രഹിച്ച് പരാജയപ്പെട്ടവരായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാധീനങ്ങൾ പറഞ്ഞു നടക്കുന്നത്, പത്മാവതി അമ്മ പറഞ്ഞു. പിന്നെ അതേക്കുറിച്ച് ചർച്ചയൊന്നും ഉണ്ടായില്ല. പിറ്റേന്ന് ഇൻവിറ്റേഷൻ കാർഡ് അച്ചടിച്ച് കിട്ടി. വാസുദേവ കൈമളും പത്മാവതി അമ്മയും കൂടി ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും പരിചയക്കാരെയും വിവാഹത്തിന് ക്ഷണിക്കാൻ ആരംഭിച്ചു. രമേഷിൻ്റെ വിവാഹ ക്ഷണക്കത്തിനുള്ള കാർഡ് തിരഞ്ഞെടുത്തതും അച്ചടിപ്പിച്ചതും സുലോചനയും ശശാങ്കനും കൂടിയാണ്. നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എത്ര കാർഡ് വേണം? സുലോചന അയാളോട് ചോദിച്ചു. ഞാൻ അധികം പേരെയൊന്നും ക്ഷണിക്കുന്നില്ല ചേച്ചി, വളരെ കുറച്ച് മതി. അത് മോശമല്ലേ? മാസത്തിൽ 2 കല്യാണത്തിനെങ്കിലും നീ പങ്കെടുക്കാൻ പോകാറുള്ളതല്ലേ? കല്യാണം എന്ന പേരിൽ കാർത്തികയോടൊപ്പമോ അല്ലെങ്കിൽ മായയോടൊപ്പമോ അന്തിയുറങ്ങാൻ പോകുന്നതാണെന്ന് ചേച്ചിയോട് പറയാൻ പറ്റില്ലല്ലോ. വിളിച്ചേക്കാമല്ലേ, പക്ഷേ എത്ര പേർ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല, അയാൾ പറഞ്ഞു. ഓഫീസിലെ സഹപ്രവർത്തകർക്കാണ് രമേഷ് ആദ്യം ക്ഷണക്കത്തുകൾ കൊടുത്തത്. പിന്നെ ചുരുക്കം ചില സ്നേഹിതർക്കും. നേരിട്ട് വിളിക്കാൻ പോകണം എന്ന വ്യാജേന അയാൾ ഒരു രാത്രിയിൽ മായയുടെ വീട്ടിൽ ഉറങ്ങി. രമേഷിൻ്റെ കല്യാണമാണെന്ന് മായ അവളുടെ അമ്മ കമലാക്ഷി അമ്മയോട് പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞാൽ മായയുടെ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താകും മോനെ? അത്താഴം കഴിക്കുമ്പോൾ രമേഷിനോട് കമലാക്ഷി അമ്മ ചോദിച്ചു. ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ തന്നെ ജീവിക്കും. മായയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയില്ലെങ്കിലും അവൾ എൻ്റെ ഭാര്യ. മഹേഷ് എൻ്റെ മോന. ഞാൻ അവനെ ഉപേക്ഷിക്കത്തില്ല. ഈ ബന്ധത്തിൻ്റെ കാര്യം അവർ എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ? ജ്യോതിയുടെ വീട്ടുകാരുടെ കാര്യമാണ് കമലാക്ഷി അമ്മ ഉദ്ദേശിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. ആരും അറിയത്തില്ല. നിങ്ങളുടെ 2 പേരുടെയും നാവിൽ നിന്ന് അറിയാതിരുന്നാൽ മതി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മട്ടുമാറും. അത് മായയ്ക്കും അമ്മയ്ക്കും കൊടുത്ത മുന്നറിയിപ്പായിരുന്നു. മായ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നതേയുള്ളൂ. ഉറങ്ങാൻ കിടക്കുമ്പോൾ രമേഷ് അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് പേടിയാ. കല്യാണം കഴിയുമ്പോൾ ഇങ്ങോട്ടുള്ള വരവൊക്കെ നിൽക്കും, അവൾ പറഞ്ഞു. അതൊക്കെ നിൻ്റെ തോന്നലാ. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും, അവളെ ഉമ്മ വച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. എനിക്ക് എൻ്റെ ചേട്ടനെ വിശ്വാസമാണ്, അവൾ അയാളുടെ മുഖത്ത് ചുണ്ടുകൾ രസിക്കൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് വെളുപ്പിന് അയാൾ സ്ഥലം വിട്ടു. രാമപുരത്ത് ചെന്നിട്ടാണ് അയാൾ ഓഫീസിലേക്ക് പോയത്. ഉച്ചയ്ക്ക് കാർത്തികയുടെ വിളി വന്നു. ഇപ്പോൾ എവിടെയാണ് രമേഷ് ഏട്ടാ? ഓഫീസിലാണ്. നീ എവിടെയാണ്? ഉച്ചകഴിഞ്ഞ് ക്ലാസ്സില്ല, ഞാൻ ഹോസ്റ്റലിലാണ്. സുചിത്രയുണ്ട് അവിടെ? ഇല്ല, റൂമിൽ ഞാൻ ഒറ്റയ്ക്കാ. വരുന്നോ? കുസൃതിയോടെ അവൾ ചോദിച്ചു. വരട്ടെ? പറന്നു വാ, ഞാൻ കാത്തിരിക്കുക. ഈ ആഴ്ച തന്നെ വരുന്നുണ്ട് ഞാൻ. കാണണം എനിക്ക് നിന്നെ. വരുമ്പോൾ രമേഷ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. എന്താണ്? ഇപ്പോൾ പറയത്തില്ല. വരുന്നതുവരെ സസ്പെൻസ്. അവൾ ഫോൺ വെച്ചു. രമേഷ് എന്ന് വീട്ടിൽ ചെന്നപ്പോൾ സുലോചനയും ശശാങ്കനും അയാളുടെ കല്യാണക്കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ജ്യോതിയുടെ വീട്ടിലേക്ക് വിളിച്ചോ? സുലോചന ചോദിച്ചു. ചേച്ചി വിളിച്ചാൽ മതി. ഉത്തരവാദപ്പെട്ടവരൊക്കെ അതൊക്കെ അന്വേഷിക്കേണ്ടത്, രമേഷ് ഒഴിഞ്ഞു. ജ്യോതിയുടെ വീട്ടിലേക്ക് സുലോചന ഫോൺ ചെയ്തു. വാസുദേവ കൈമളാണ് ഫോൺ എടുത്തത്. രാമപുരത്ത് നിന്ന് സുലോചനയാണ്, അവൾ പറഞ്ഞു. എന്തൊക്കെയുണ്ട് സുലോചനെ അവിടുത്തെ വിശേഷങ്ങൾ? ആഹ്ലാദത്തോടെ കൈമൾ ചോദിച്ചു. നല്ല വിശേഷം കൈമൾ ചേട്ടാ.
ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി. ക്ഷണിക്കാനുള്ളവരെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. വണ്ടിയും ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ കല്യാണ സാരി എടുത്താൽ മതി. നാളെ കോട്ടയത്തിന് പോകാനിരിക്കുക ഞങ്ങൾ. ഓ, ഞങ്ങൾ നാളെ ഡ്രസ്സും സ്വർണമൊക്കെ എടുക്കാൻ പോകാനിരിക്കുക എറണാകുളത്ത്. എന്നാൽ പിന്നെ ഞങ്ങളും എറണാകുളത്ത് വരാം. ഒന്നിച്ചാകുമ്പോൾ ജ്യോതിക്കും കൂടെ ഇഷ്ടപ്പെട്ട കല്യാണ സാരി സെലക്ട് ചെയ്യാം. ആഭരണങ്ങൾ എടുക്കാൻ ഞാനും സഹായിക്കാം, സുലോചന പറഞ്ഞു. എങ്കിൽ വലിയ സന്തോഷം. രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്ക് ഞങ്ങളങ്ങ് വരാം, കൈമൾ പറഞ്ഞു. പിന്നെയും കുറേ നേരം കൂടി സംസാരിച്ചിട്ടാണ് സുലോചന ഫോൺ വെച്ചത്. എടാ, നമ്മൾ പർച്ചേസിന് നാളെ എറണാകുളത്താണ് പോകുന്നത്, അവൾ രമേശിനോട് പറഞ്ഞു. കോട്ടയത്ത് പോകാമെന്നല്ലേ നേരത്തെ തീരുമാനിച്ചേ, ഇപ്പോഴെന്താ ഒരു മാറ്റം, അയാൾ ചോദിച്ചു. നാളെ അവർ പോകുന്നുണ്ട് എറണാകുളത്ത്. നമ്മളും ചെല്ലാമെന്ന് ഞാൻ സമ്മതിച്ചു. സ്വർണമൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ഒരു കണ്ണുണ്ടാവുന്നത് നല്ലതല്ലേടാ. പിറ്റേന്ന് രാവിലെ സുലോചനയും ശശാങ്കനും രമേഷുമൊത്ത് എറണാകുളത്തിന് പുറപ്പെട്ടു. നേരത്തെ പറഞ്ഞതനുസരിച്ച് MG റോഡിലുള്ള വലിയ തുണിക്കടയുടെ മുമ്പിൽ പാർക്ക് ചെയ്ത കാറിൽ വാസുദേവ, കൈമളും പത്മാവതി അമ്മയും ജ്യോതിയും സീമയും വിവേകവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴെത്തി? കാറിൽ നിന്നിറങ്ങി ശശാങ്കൻ ചോദിച്ചു. ഒരു 5 മിനിറ്റായി കാണും, കൈമൾ പറഞ്ഞു. രമേഷും ജ്യോതിയും പരസ്പരം ഒന്ന് നോക്കി. അവൾ പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി. അയാളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഇനി സമയം കളയണ്ട അല്ലേ, കൈമൾ ചോദിച്ചു. അതെ, നമുക്ക് തുടങ്ങാം. അവർ ആദ്യം ചെന്നത് പട്ടുസാരികളുടെ വിഭാഗത്തിലേക്കാണ്. ധാരാളം തുണിത്തരങ്ങൾ, നിറയെ ആളുകൾ. കല്യാണ പാർട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് പ്രത്യേകം പരിഗണന കിട്ടി. അവർ നിരന്നിരുന്നു. അവരുടെ മുമ്പിൽ വിലപിടിപ്പുള്ള പട്ടുസാരികൾ നിരന്നു. അപ്പോഴാണ് കാർത്തികയും സുചിത്രയും അവിടേക്ക് കയറി വന്നത്. സുചിത്രയ്ക്ക് സിൽക്ക് സാരി വാങ്ങാൻ വന്നതായിരുന്നു അവർ. പെട്ടെന്നാണ് രമേഷിനെ കാർത്തിക കണ്ടത്. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. രമേഷേട്ടാ, എന്താ ഇവിടെ? അയാളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൾ ചോദിച്ചു. രമേഷ് ഒന്ന് ഞെട്ടി. കാർത്തിക, ഇതെൻ്റെ ചേച്ചിയാണ്. മുന്നറിയിപ്പ് കൊടുക്കുന്നത് പോലെ രമേഷ് പെട്ടെന്ന് സുലോചനയെ അവൾക്ക് പരിചയപ്പെടുത്തി. അയാളുടെ തൊട്ടടുത്തായിരുന്നു സുലോചന. അതിനപ്പുറത്ത് ശശാങ്കൻ. അത് കഴിഞ്ഞായിരുന്നു വിവേകും ജ്യോതിയും സീമയും പത്മാവതി ടീച്ചറും വാസുദേവ, കൈമളും ഇരുന്നത്. മുന്നിൽ നിർത്തിയിട്ട പട്ടുസാരികളായിരുന്നു അവരുടെ ശ്രദ്ധ. സുലോചന ചേച്ചിയല്ലേ, രമേഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ആഹ്ലാദത്തോടെ കാർത്തിക പറഞ്ഞു. ആരാടത്? സംശയത്തോടെ സുലോചന ചോദിച്ചു. ചേച്ചി, ഇത് കാർത്തികയാണ്, എൻ്റെ ഫ്രണ്ട്, അജയൻ്റെ സിസ്റ്റർ. ഇവളിവിടെ MCAക്ക് പഠിക്കുക. കാർത്തികയെ കണ്ണിറുക്കിയിട്ടാണ് രമേഷ് അത് പറഞ്ഞത്. അവളെ എത്രയും വേഗം ഒഴിവാക്കാനായിരുന്നു അയാൾക്ക് ധൃതി. ഷോപ്പിങ്ങിന് എറണാകുളത്ത് വരാമെന്ന് സമ്മതിച്ച നിമിഷത്തെ അയാൾ ശപിച്ചു. രമേഷിൻ്റെ നോട്ടവും ഭാവവും പരിഭ്രമവും കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് സുലോചനയ്ക്ക് തോന്നി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. കാർത്തിക വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. സുലോചന അവളെയും കൊണ്ട് മെല്ലെ റെഡിമെയ്ഡ് വിഭാഗത്തിലേക്ക് പോയി. രമേഷിന് ആശ്വാസവും അതേസമയം ആശങ്കയും തോന്നി. സുലോചന ചേച്ചിയോട് കാർത്തിക എന്തൊക്കെ പറയും? പച്ച നിറത്തിലുള്ള ഒരു കസവ് സാരി പത്മാവതി ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു. വീതിയുള്ള ബോർഡർ, മുന്താണി നിറയെ സ്വർണ്ണപ്പൂക്കൾ. ഇത് കൊള്ളാമോ സുലോചനെ? തല തിരിച്ചു നോക്കിക്കൊണ്ട് പത്മാവതി ടീച്ചർ ചോദിച്ചു. അപ്പോഴാണ് സുലോചന കസേരയിലില്ലെന്ന് അവർ കണ്ടത്. സുലോചന എവിടെ? അവർ ചോദിച്ചു. ചേച്ചി ഇപ്പം വരും, ഒരു കൂട്ടുകാരി വിളിച്ചുകൊണ്ട് പോയതാ, രമേഷ് പെട്ടെന്ന് പറഞ്ഞു. ഈ സാരി കൊള്ളാമോ രമേഷ്? ടീച്ചർ ചോദിച്ചു. നല്ല കളറാണ്, ജ്യോതിക്ക് നല്ല ചേർച്ചയായിരിക്കും, സന്തോഷം നടിച്ച് അയാൾ പറഞ്ഞു. നിനക്ക് ഇഷ്ടപ്പെട്ട മോളെ? ജ്യോതിയോട് ടീച്ചർ ചോദിച്ചു. ഇഷ്ടപ്പെട്ടു എന്ന മട്ടിൽ അവൾ തലകുലുക്കി. നമുക്ക് വേറെയും നോക്കാമേ. 2-3 കൂടി സെലക്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എടുക്കാം, സീമ പറഞ്ഞു. സീമ പറഞ്ഞതാ ശരി, രമേഷ് അവളെ പിന്താങ്ങി. അയാൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവർ വേറെയും സാരികൾ തെരഞ്ഞു. അല്പനേരം കൂടി കഴിഞ്ഞിട്ടാണ് സുലോചന വന്നത്. അവൾ ഒറ്റയ്ക്കായിരുന്നു. സുലോചന ഒന്നും പറയാതെ രൂക്ഷഭാവത്തിൽ രമേഷിനെ ഒന്ന് നോക്കി. അതിനിടയ്ക്ക് സുലോചന എവിടെ പോയി? അവളെ കണ്ട് പത്മാവതി ടീച്ചർ ചോദിച്ചു. പരിചയമുള്ളൊരു കുട്ടിയെ കണ്ടു, അങ്ങോട്ട് പോയതാ. സാരിയുടെ സെലക്ഷനായോ? സാധാരണ മട്ട് നടിച്ച് സുലോചന ചോദിച്ചു. ഞങ്ങൾ 3 സാരി എടുത്തു വെച്ചിട്ടുണ്ട്, അതിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറ, സീമ ആവശ്യപ്പെട്ടു. രമേഷ് അപ്പോൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും തിരയുകയായിരുന്നു. കടയിലെ ആൾത്തിരക്കിനിടയിൽ അയാൾക്ക് കാർത്തികയോ സുചിത്രയോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വരനും വധുവിനും പിന്നെ മറ്റുള്ളവർക്കും വസ്ത്രങ്ങൾ എടുത്ത് അവർ ഉച്ചവരെ അവിടെ കഴിച്ചുകൂട്ടി. പിന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്ന് ഊണ് കഴിച്ചു. ഉച്ച കഴിഞ്ഞാണ് ജുവലറി ഷോപ്പിൽ പോയത്. ഇടയ്ക്ക് 2 തവണ രമേഷിൻ്റെ മൊബൈലിലേക്ക് കാർത്തികയുടെ കോൾ വന്നു. 2 തവണയും അയാൾ അതെടുക്കാതെ ക്യാൻസൽ ചെയ്തു. 4 മണി കഴിഞ്ഞു അവർ സ്വർണ്ണക്കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. നിങ്ങളിനി നേരെ ചങ്ങനാശ്ശേരിക്കല്ലേ? ശശാങ്കൻ ചോദിച്ചു. അതെ, ഇനി എത്രയും വേഗം വീട് പറ്റണം, കൈമൾ പറഞ്ഞു. അവർ യാത്ര പറഞ്ഞു പോയി. തിരിച്ചു പോകുമ്പോഴും രമേഷാണ് കാർ ഓടിച്ചത്. ബാക്ക് സീറ്റിൽ സുലോചനയും ശശാങ്കനും ഇരുന്നു. 101 പവൻ കൊടുക്കുമെന്നല്ലേ അവളുടെ അച്ഛൻ അന്ന് പറഞ്ഞത്? അതിൽ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്, ശശാങ്കൻ പറഞ്ഞു. വാങ്ങിച്ചതൊക്കെ അവൾക്ക് കൊടുക്കുമെന്ന് എന്താണ് ഉറപ്പ്? സുലോചന ചോദിച്ചു. അതൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കൊണ്ടുചെന്ന് തൂക്കി നോക്കണം. അതൊന്നും വേണ്ട, എല്ലാറ്റിൻ്റെയും എണ്ണം ഞാനെടുത്തിട്ടുണ്ട്, അവൾ പറഞ്ഞു. അവർ ശ്രീഭദ്രയിൽ ചെന്നപ്പോഴേക്ക് സന്ധ്യ കഴിഞ്ഞു. ശശാങ്കനും രമേഷും കൂടിയാണ് വസ്ത്രങ്ങളുടെ പാക്കറ്റുകൾ കാറിൽ നിന്നെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയത്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, അപ്പോഴേക്ക് കുറച്ച് ചായ തരണം, ശശാങ്കൻ പറഞ്ഞു.
അയാൾ ബാത്റൂമിലേക്ക് പോയപ്പോൾ സുലോചന രമേഷിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവളുടെ മുഖഭാവം കണ്ട് രമേഷ് ഒന്ന് പകച്ചു. ആരാ കാർത്തിക? ഗൗരവഭാവത്തിൽ അവൾ ചോദിച്ചു. അവളെന്ത് പറഞ്ഞു ചേച്ചിയോട്? പരിങ്ങളോട് അയാൾ ചോദിച്ചു. അവളെ കല്യാണം കഴിക്കാമെന്ന് നീ വാക്ക് കൊടുത്തിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല. അവൾ അങ്ങനെ പറഞ്ഞോ? അയാൾ അത്ഭുതം നടിച്ചു. അവളോട് അത്തരമൊരു അടുപ്പമുണ്ടായിരുന്നേൽ പിന്നെ നിനക്കവളെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? പരിചയം മാത്രമേ ഉള്ളൂ ചേച്ചി, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് അവൾക്ക് മോഹമുണ്ട്. പക്ഷേ സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന കുടുംബം അവളുടേത്. അയ്യോ, അതൊന്നും നമുക്ക് വേണ്ട, പെട്ടെന്ന് സുലോചന എതിർത്തു. അതുകൊണ്ടാണ് ഞാൻ, അല്ലാതെ ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നും. എന്നാൽ ഇന്നത്തോടെ എല്ലാം നിർത്തിയാക്കണം. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവളെ അവിടുന്ന് അപ്പോൾ വിളിച്ചുകൊണ്ട് പോയത്. ആ ജ്യോതിയും അവളുടെ വീട്ടുകാരും ഇരിക്കുമ്പോൾ ആ പെണ്ണ് അവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ത് മോശമായി പോയേനെ. ശരിയാ, ചേച്ചി ബുദ്ധിപൂർവ്വം അന്നേരം പെരുമാറിയതുകൊണ്ടാണ് കാർത്തിക ആ നേരത്തെ അവിടെ കയറി വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചേക്കും. നീ വളരെ സൂക്ഷിക്കണം, മനസ്സിലായില്ലേ? അയാൾ തലക്കുലുക്കി. അവൾ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ രമേഷ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു. പെട്ടെന്നാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ കാർത്തികയാണ്. അയാൾ ചെന്ന് വാതിലടച്ചിട്ട് അവളോട് സംസാരിച്ചു. രമേശേട്ടനോട് ഞാൻ പിണക്കമാ. എറണാകുളത്ത് വരുന്ന കാര്യം എന്താ എന്നോട് പറയാഞ്ഞത്? അവൾ പരിഭവിച്ചു. പറഞ്ഞാൽ നിനക്ക് എന്നെ കാണണമെന്ന് തോന്നും, അതാ പറയാഞ്ഞേ. എന്നിട്ടും രമേശേട്ടനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ, അതാ എൻ്റെ മനസ്സിൻ്റെ നേര്. സുലോചന ചേച്ചി അവളോട് എന്തായിരിക്കും പറഞ്ഞത്? ചേട്ടൻ്റെ അമ്മാവൻ വലിയ മുൻകോപക്കാരനാ, അതുകൊണ്ട് ഇപ്പം പരിചയപ്പെടേണ്ടെന്നാ ചേച്ചി എന്നോട് പറഞ്ഞത്. ജ്യോതിയുടെ അച്ഛൻ തൻ്റെ അമ്മാവനാണെന്നും അമ്മാവൻ്റെ മോൾക്ക് കല്യാണ സാരി എടുക്കാൻ വന്നതാണെന്നും ആയിരിക്കും ചേച്ചി അവളോട് പറഞ്ഞത്. നമ്മളിനി എന്നാണ് രമേശേട്ടാ കാണുന്നത്? കാർത്തിക ചോദിച്ചു. ഞാൻ വിളിക്കാം, ഇപ്പം നീ വെച്ചോ, ആരോ വരുന്നുണ്ട്. അയാൾ സംസാരം പെട്ടെന്ന് അവസാനിപ്പിച്ചു. കാർത്തികയുമായുള്ള ബന്ധം അപകടമാകും, അത് എങ്ങനെയെങ്കിലും നിർത്തണം. എങ്ങനെ? രമേഷിൻ്റെ മനസ്സിൽ ഒരു വഴിയും തെളിഞ്ഞില്ല. ജ്യോതിയുടെ മുറിയിലേക്ക് സീമ ചെന്നപ്പോൾ അവൾ നോട്ട് ബുക്കുകളിൽ എന്തോ എഴുതുകയായിരുന്നു. എന്താടി? ജ്യോതി ചോദിച്ചു. കല്യാണത്തിന് ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ, ഓർമ്മിപ്പിക്കുന്നത് പോലെ സീമ പറഞ്ഞു. അതിന് കോളേജിൽ ആരെയും ക്ഷണിച്ചില്ലല്ലോ ഇതുവരെ. ഇനി എന്നാണ്? കല്യാണമാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ക്ലാസ്മേറ്റ്സിനെയെങ്കിലും ക്ഷണിക്കണ്ടേ? ടീച്ചേഴ്സിനെയും. എന്തോ എനിക്കൊരു പേടി. എന്തിനാ പേടിക്കുന്നേ? ഇനിയൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ആ ഹരികൃഷ്ണനെ കൊണ്ട് എന്തെങ്കിലും ശല്യമുണ്ടോ ഇപ്പോൾ? ഇല്ല, വിചാരിച്ചതൊന്നും നടക്കാഞ്ഞിട്ടായിരിക്കും. ആളങ്ങ് ഒതുങ്ങിപ്പോയി. ഇപ്പോൾ ആരോടും അധികം മിണ്ടാട്ടമില്ല. ക്ലാസ്സിൽ വരും, ഒരു മൂലയ്ക്കിരിക്കും, പോകും. കേട്ടിട്ട് പാവം തോന്നുന്നു. നിനക്കവനെ ശരിക്കറിയാൻ വയ്യാഞ്ഞിട്ടാ. എൻ്റെ അടുത്ത് മാത്രമേ അവൻ്റെ അടവുകളൊന്നും ചിലവാകാതിരുന്നിട്ടുള്ളൂ. എങ്കിൽ പിന്നെ എന്തിനാ ഹരികൃഷ്ണനെ ചേച്ചി ഇത്ര പേടിക്കുന്നേ? നിരാശ എന്ത് ചെയ്യാൻ മടിക്കില്ല അവൻ. എന്ന് വിചാരിച്ച് കല്യാണത്തിന് ആരെയും ക്ഷണിക്കാതിരിക്കേണ്ട. അലമാര തുറന്ന സീമ കുറേ ക്ഷണക്കത്തുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഓരോരുത്തരുടെയും പേര് പറ, ഞാൻ എഴുതാം, അവൾ പറഞ്ഞു. ക്ലാസ്സിലുള്ള കുട്ടികളുടെ പേരുകൾ ഓരോന്നായി ജ്യോതി പറഞ്ഞു കൊടുത്തു. ഓരോ കവറിലും സീമ അതെഴുതി. ഇനി ആരുമില്ല, ഒടുവിൽ ജ്യോതി പറഞ്ഞു. ഒരാളുടെ പേര് മാത്രം വിട്ടു, സീമ പറഞ്ഞു. ഹരികൃഷ്ണൻ്റെ അല്ലേ? അവനെ വിളിക്കുന്നില്ല. എൻ്റെ കല്യാണത്തിന് അവൻ വരണ്ട. ഹരികൃഷ്ണനെ മാത്രം ക്ഷണിക്കാതിരുന്നാൽ അയാൾക്കത് വല്ലാതെ ഫീൽ ചെയ്യും. അപമാനിക്കപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നണം. അതിനാണ് അവനെ മാത്രം വിട്ടുകളയുന്നത്. അത് ശരിയല്ല ചേച്ചി. നമ്മൾ മാന്യത കാണിക്കണം. മറ്റുള്ളവരെ എന്തും ചെയ്തോട്ടെ. അടുത്ത കവറിൽ അവൾ ഹരികൃഷ്ണൻ്റെ പേരെഴുതി. ജ്യോതി പിന്നെ ഒന്നും പറഞ്ഞില്ല. ടീച്ചേഴ്സിൻ്റെ പേര് ചേച്ചി തന്നെ എഴുതിക്കോ. സീമ എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയി. ഹരികൃഷ്ണൻ്റെ പേരെഴുതിയ കാർഡായിരുന്നു ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നത്. ജ്യോതി അതെടുത്ത് നോക്കി. ഹരികൃഷ്ണൻ. ഭംഗിയുള്ള അക്ഷരത്തിൽ സീമ പേരെഴുതിയിരിക്കുന്നു. പിറ്റേന്ന് കോളേജിൽ ചെന്നപ്പോൾ ക്ലാസ്സിലുള്ളവർക്കെല്ലാം ജ്യോതി ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തു. എൻ്റെ കല്യാണത്തിന് വരണം, അവൾ എല്ലാവരോടും പറഞ്ഞു. ഏറ്റവും ഒടുവിലാണ് ഹരികൃഷ്ണൻ്റെ അടുത്തേക്ക് അവൾ ചെന്നത്. 28-ാം തീയതി എൻ്റെ കല്യാണമാണ്. ഹരികൃഷ്ണൻ വരണം. ഒരപേക്ഷ കൂടിയുണ്ട്. ഇനി എന്നെ ഉപദ്രവിക്കരുത്, അവൾ പറഞ്ഞു. അവൻ ജ്യോതിയെ ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. അഭിഷേകും സത്യനും പിന്നാലെ ചെന്നു. നീ എവിടെ പോവാ? രാജഗോപാൽ സാറിൻ്റെ ക്ലാസ് അടുത്തത്, സത്യം പറഞ്ഞു. നമുക്ക് നിൻ്റെ റൂമിലേക്ക് പോകാം. എനിക്കൊരു സുഖവും തോന്നുന്നില്ല, ഹരികൃഷ്ണൻ പറഞ്ഞു. സത്യന് അഭിഷേകും പരസ്പരം ഒന്ന് നോക്കി. നീ റൂമിൻ്റെ കീ കൊടുക്ക്, അവൻ പോയിക്കോട്ടെ, അഭിഷേക് പറഞ്ഞു. സത്യൻ പോക്കറ്റിൽ നിന്ന് റൂമിൻ്റെ താക്കോലെടുത്ത് ഹരികൃഷ്ണന് കൊടുത്തു. അവൻ അത് വാങ്ങി കാറിനടുത്തേക്ക് നടന്നു. അവന് ശരിക്കും വിഷമമുണ്ട്, അഭിഷേക് പറഞ്ഞു. ഒന്നും വേണ്ടെന്ന് എത്ര തവണ ഞാൻ അവനോട് പറഞ്ഞതാ? സത്യൻ്റെ സ്വരത്തിൽ ഖേദമുണ്ടായിരുന്നു. കല്യാണം കഴിയുമ്പോൾ അയാളുടെ സ്വഭാവമൊക്കെ നേരെയാകുമായിരിക്കും. ഒക്കെ അവളുടെ വിധി പോലെ ഇരിക്കും. അവർ ക്ലാസ്സിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഇടവേള സമയത്ത് അഭിഷേകിൻ്റെ ബൈക്കിൽ അവൻ ലോഡ്ജിലേക്ക് ചെന്നു. റൂം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ. അവനെവിടെ പോയി? അഭിഷേക് അത്ഭുതപ്പെട്ടു. നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക്, സത്യം പറഞ്ഞു. ഹരികൃഷ്ണൻ്റെ മൊബൈലിലേക്ക് അഭിഷേക് വിളിച്ചു. ഞാൻ മെറീനയിലുണ്ട്, വാ, ഇവിടെ നിന്ന് കഴിക്കാം. അവർ ഹോട്ടലിലേക്ക് ചെന്നു. റെസ്റ്റോറൻറ്റിൽ ഊണ് കഴിക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു. ഒരു മേശയുടെ അടുത്ത് ഏകനായി ഹരികൃഷ്ണൻ ഇരിക്കുന്നു.
ഊണ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഹരികൃഷ്ണനെ തനിച്ചുവിടാൻ സത്യന് മനസ്സ് വന്നില്ല. നീ കോളേജിലേക്ക് വരുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല. എന്നാൽ വീട്ടിലേക്ക് പോ. ഞാൻ നിൻ്റെ റൂമിലിരുന്നോളാം. വേണ്ട, നിന്നെ എനിക്ക് വിശ്വാസമില്ല. സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ല, വേറൊരാൾ കല്യാണം കഴിക്കുന്നു. ഇത് ലോകത്ത് ആദ്യമായി സംഭവിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. സത്യം പറഞ്ഞു. സമ്മതിച്ചു. പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ ദുരിത കടലിലേക്ക് തള്ളിവിട്ടവനാണ് ഞാൻ. അതെന്താ നീ മനസ്സിലാക്കാത്തെ? രമേശ് നന്നാകും. ജ്യോതി അയാളെ നല്ലവനാക്കും. അവൾക്ക് അതിനുള്ള കഴിവുണ്ടടാ. നീ സമാധാനപ്പെട്. സത്യം പറഞ്ഞു. ശരിയാ, അയാളുടെ ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ജ്യോതിക്ക് കഴിയും. ഹരികൃഷ്ണൻ പ്രതീക്ഷയോടെ ഇരുവരെയും മാറി മാറി നോക്കി. അലങ്കരിച്ച കാർ കല്യാണ മണ്ഡപത്തിൻ്റെ മുമ്പിലേക്ക് വന്നു നിന്നു. സീമയാണ് ആദ്യം കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങിയത്. പിന്നാലെ സർവാഭരണ വിഭൂഷിതയായി വധു. പത്മാവതി ടീച്ചറും അവളോടൊപ്പം ഉണ്ടായിരുന്നു. വിവേകും വാസുദേവ കൈമളും മുൻ സീറ്റിലായിരുന്നു. എല്ലാവരും ഇറങ്ങി. ജ്യോതിയെയും കൊണ്ട് പത്മാവതി ടീച്ചർ വധുവിന് വിശ്രമിക്കാനുള്ള മുറിയിലേക്ക് പോയി. മുഹൂർത്തമാകാൻ ഇനി 1 മണിക്കൂർ മാത്രം. പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും മുടി നിറയെ മുല്ലപ്പൂവും ജ്യോതിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. കുറേ നേരം കൂടി ഇത് സഹിക്കാതെ പറ്റില്ല, കളിമട്ടിൽ സീമ പറഞ്ഞു. ജ്യോതി പുഞ്ചിരിച്ചു. അപ്പോഴാണ് ഷീബയും സബിതയും മല്ലികയും അവിടേക്ക് വന്നത്. തലേ ദിവസം സമ്മാനമായി അവർ വീട്ടിൽ വന്നിരുന്നു. ജ്യോതി കല്യാണ സാരി നന്നായിരിക്കുന്നു. ഉഗ്രൻ സെലക്ഷൻ, ഷീബ അഭിമാനപൂർവ്വം പറഞ്ഞു. സെലക്ഷൻ എൻ്റേതാ ചേച്ചി, സീമ പറഞ്ഞു. എങ്കിൽ എൻ്റെ കല്യാണ സാരി സെലക്ട് ചെയ്യാൻ സീമയെ കൊണ്ടുപോകും. എല്ലാവരും ചിരിച്ചു. നമ്മുടെ ക്ലാസ്സിലുള്ളവരൊക്കെ വന്നിട്ടില്ലേ? ജ്യോതി ചോദിച്ചു. വന്നുകൊണ്ടിരിക്കുന്നു. സൺഡേ ആയതുകൊണ്ട് പ്രശ്നമില്ല, സബിത പറഞ്ഞു. ഹരി ഇന്നലെ വീട്ടിൽ വന്നോ? മല്ലിക രഹസ്യമായി ജ്യോതിയോട് ചോദിച്ചു. ഇല്ല, കല്യാണത്തിന് വരില്ലായിരിക്കും. അവളൊന്നും മിണ്ടിയില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ വരനും കൂട്ടരും എത്തി. ക്രീം നിറത്തിലുള്ള ഷർട്ടും കസവും ഉണ്ടായിരുന്നു രമേഷിൻ്റെ വേഷം. കിണ്ടിയിലെ വെള്ളമൊഴിച്ച് അയാളുടെ കാല് കഴുകി നെറ്റിയിൽ കളഭം ചാർത്തി കഴുത്തിൽ ഹാരമിട്ട് കയ്യിൽ ബൊക്കെ കൊടുത്ത് വിവേക് സ്വീകരിച്ചു. അവർ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ചു. മുഹൂർത്തം അടുത്തതിനാൽ രമേഷ് വിവാഹ മണ്ഡപത്തിലേക്ക് ചെന്നു. നിലവിളക്കും നിറപറയും നിറനാഴിയും പൂജാദ്രവ്യങ്ങളും നിരത്തിവെച്ചതിൻ്റെ പിന്നിൽ വെള്ള വിരിയിട്ട ഇരിപ്പിടത്തിൽ അയാളിരുന്നു. വധുവിനുള്ള സ്ഥാനം ഒഴിഞ്ഞു കിടന്നു. ഓഡിറ്റോറിയം നിറയെ അതിഥികളായിരുന്നു. താലപ്പൊലിയേന്തിയ പെൺകുട്ടികളുടെ അകമ്പടിയോടെ വധു കല്യാണ മണ്ഡപത്തിലേക്ക് വന്നു. സദസ്യരെ തൊഴുതിട്ട് ജ്യോതി വരൻ്റെ സമീപത്തിരുന്നു. പിന്നെ എല്ലാം വേഗം നടന്നു. അമ്മാവൻ എടുത്തുകൊടുത്ത താലി ജ്യോതിയുടെ കഴുത്തിൽ രമേഷ് കെട്ടി. പൂമാല ചാർത്തി അവർ പരസ്പരം വരിച്ചു. രമേഷ് അവളുടെ വിരലിൽ മോതിരം ചാർത്തി. അവൾ അയാളുടെ വിരലിലും മോതിരമിട്ടു. രമേഷ് താരത്തിൽ വെച്ച് കൊടുത്ത പുടവ അവൾ ഇരു കൈകളും നീട്ടി വാങ്ങി. ഒടുവിൽ രമേഷിൻ്റെ കയ്യിലേക്ക് മകളുടെ കൈ പിടിച്ചു കൊടുത്ത് വാസുദേവ കൈമൾ കന്യാദാനം നടത്തി. ജ്യോതിയുടെ കൈ പിടിച്ച് രമേഷ് മണ്ഡപത്തിന് 3 വട്ടം വലം വെച്ചു. വീഡിയോയിലും സ്റ്റിൽ ക്യാമറകളിലും എല്ലാ ചടങ്ങുകളും പകർത്തുന്നുണ്ടായിരുന്നു. ഹാവു, ആശ്വാസമായി അല്ലേ? കല്യാണ മണ്ഡപത്തിൽ നിന്നിറങ്ങുമ്പോൾ ജ്യോതിയുടെ കയ്യിലെ പിടിവിടാതെ രമേഷ് പറഞ്ഞു. അവൾ ലജ്ജയോടെ പുഞ്ചിരിച്ചു. നമുക്ക് കുറേ ഫോട്ടോകൾ എടുക്കാം. ആ വശത്തേക്ക് വരൂ, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്, ഒരു ഫോട്ടോഗ്രാഫർ വന്ന് പറഞ്ഞു. രമേഷ് അത് സമ്മതിച്ചു. വാ ജ്യോതി, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാം. വീഡിയോഗ്രാഫർമാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പിന്നാലെ രമേഷും ജ്യോതിയും ചെല്ലുമ്പോൾ ഒരു മൊബൈൽ ഫോണുമായി പ്രദീപ് രമേഷിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ശശാങ്കൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് പ്രദീപ്. രമേഷിൻ്റെ മൊബൈൽ തൽക്കാലത്തേക്ക് അവനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അങ്കിളെ കുറേ നേരമായി ആരോ വിളിക്കുന്നു, ഞാൻ എടുത്തിട്ടില്ല. ഒരേ നമ്പറാ, 7 മിസ്ഡ് കോളായി. ഫോൺ നീട്ടി പ്രദീപ് പറഞ്ഞു. രമേഷ് അത് വാങ്ങി നോക്കി. കാർത്തികയുടെ കോൾ. അയാൾ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്തു. അപ്പോഴാണ് ഒരു മെസ്സേജ് വന്ന് നിൽക്കുന്നത് അയാൾ കണ്ടത്. മംഗളാശംസകൾ. വലുതുമായിരിക്കുമെന്ന് വിചാരിച്ച് രമേഷ് അത് തുറന്നു നോക്കി. രമേഷ് ഏട്ടാ, ഉടൻ കാണണം, ഞാൻ ഗർഭിണിയാണ്. കാർത്തിക. ഞെട്ടലോടെ രമേഷ് തിരിഞ്ഞു നോക്കി. അയാളെ തന്നെ നോക്കിക്കൊണ്ട് തൊട്ടരികിൽ ജ്യോതി. മെസ്സേജാണോ? പുഞ്ചിരിയോടെ ജ്യോതി ചോദിച്ചു. മൊബൈലിൽ രമേഷ് എന്തോ വായിക്കുന്നത് അവൾ കണ്ടിരുന്നു. അയാൾ അറിയാതെ ഒന്ന് ഞെട്ടി. അതെ, ഒരു ഗ്രീറ്റിംഗ്സാണ്. വിളറിയ ചിരിയോടെ രമേഷ് പെട്ടെന്ന് പറഞ്ഞു. ആരുടെയാ? അവൾ ചോദിച്ചു. ഒരു ഫ്രണ്ടിൻ്റെയാ, സതീഷിൻ്റെ. അവന് മാരേജിന് വരാൻ കഴിഞ്ഞില്ല, ഓഫീസിലെ എന്തോ പ്രശ്നം. രമേഷ് വേഗം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനിയും കാർത്തിക വിളിച്ചാലോ? അപ്പോഴേക്ക് രമേഷിൻ്റെ ഓഫീസിലെ ചില സഹപ്രവർത്തകർ അടുത്തേക്ക് വന്നു. അയാൾ ഓരോരുത്തരെയും ജ്യോതിയെ പരിചയപ്പെടുത്തി. ഇത് ഞങ്ങളുടെ സൂപ്രണ്ട് ഗോപാലകൃഷ്ണൻ സാർ, മറ്റേത് ഞങ്ങളുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ജേക്കബ് സാർ, ഇത് AXE സുശീലാബായി. ജ്യോതി പുഞ്ചിരിയോടെ തൊഴുതു. നമുക്കെല്ലാവർക്കും കൂടെ ഇനി ഒരു ഫോട്ടോ എടുക്കാം. എല്ലാവരുടെയും നടുവിൽ നിന്നുകൊണ്ട് വധുവും വരനും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. സന്തോഷം നടിക്കുന്നുണ്ടായിരുന്നെങ്കിലും രമേഷിൻ്റെ മനസ്സിൽ അസ്വസ്ഥതയുടെ ഒരു തീക്കനൽ വീണിരുന്നു. കാർത്തിക ഗർഭിണിയാണ്. ഓഫീസ് സ്റ്റാഫുമൊത്തുള്ള ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അഭിഷേകും സത്യനും ജ്യോതിയുടെ അടുത്തേക്ക് വന്നത്. അവരെ കണ്ട് അവർ ചെറുതായി ഒന്ന് ഞെട്ടി. ഭാഗ്യം ഹരികൃഷ്ണൻ വന്നിട്ടില്ല. അഭിഷേകിൻ്റെ കയ്യിൽ വീഡിയോ കാം ഉണ്ടായിരുന്നു. ജ്യോതി, ഞങ്ങളുടെ വിവാഹമംഗളാശംസകൾ, സത്യൻ പറഞ്ഞു. താങ്ക് യു സത്യൻ.
ബാക്കിയുള്ളവരൊക്കെ എവിടെ? സാധാരണ മട്ടിൽ അവൾ ചോദിച്ചു. ഹരി ഒഴിച്ച എല്ലാവരും വന്നിട്ടുണ്ട്. ഷീബയെയും സബിതയെയും കണ്ടില്ലേ? അഭിഷേക് ചോദിച്ചു. ഉവ്വ്, നേരത്തെ അവർ വന്നിരുന്നു. അഭിഷേകിനെയും സത്യനെയും അവൾ രമേഷിന് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ രമേഷിൻ്റെ കൈപ്പിടിച്ച് കുലുക്കി. വീഡിയോ ക്യാമറയിൽ അഭിഷേക് എല്ലാവരെയും പകർത്തി. അപ്പോഴേക്ക് വിവേക് വന്നു. അച്ഛൻ പറഞ്ഞു ചേട്ടനും ചേച്ചിയും വരാൻ. ഇനി ഊണ് കഴിച്ചിട്ട് മതിയെന്ന്. വിവേക് അവരെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോയി. ജ്യോതിയും രമേഷും അടുത്തടുത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു. ശശാങ്കനും അവരോടൊപ്പം ഇരുന്നു. മണി 2:30 കഴിഞ്ഞു. വരനും വധുവിനും പോകാനുള്ള സമയമെത്തി. ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ? വാസ്തവ കൈമളുടെ കാല് തൊട്ട് വന്നിച്ച് ജ്യോതി യാത്ര ചോദിച്ചു. പോയിട്ട് വാ മോളെ, അദ്ദേഹം അവളുടെ ശിരസിൽ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. കൈമളുടെ സ്വരം ഇടറിപ്പോയി. പത്മാവതി ടീച്ചറോട് അവൾ യാത്ര ചോദിച്ചപ്പോൾ ടീച്ചർ അവളെ കെട്ടിപ്പിടിച്ച്. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. സീമയോട് യാത്ര ചോദിച്ചപ്പോൾ ജ്യോതി കരഞ്ഞു. പോയിട്ട് വരാം മോനെ, വിവേകിൻ്റെ കൈപിടിച്ച് അവൾ പറഞ്ഞു. അവൻ മെല്ലെ തലകുലുക്കി. എല്ലാം കണ്ടുകൊണ്ട് മല്ലിക അല്പം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ച് ജ്യോതി കാറിൽ കയറി. പിന്നാലെ രമേഷും കയറി. ഫ്രണ്ട് സീറ്റിൽ പ്രദീപ് ഇരുന്നു. രമേഷിൻ്റെ മൊബൈൽ അപ്പോഴും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാർ മുന്നോട്ട് നീങ്ങി. അനേകം കൈകൾ വായുവിൽ ഉയർന്നു വീശി. കരച്ചിലടക്കി ജ്യോതി കാറിലിരുന്നു. എന്തിനാണ് കരയുന്നത്? 2 ദിവസത്തിനകം എല്ലാവരെയും കാണാമല്ലോ, രമേഷ് പറഞ്ഞു. ജ്യോതി ഒന്നും മിണ്ടിയില്ല. ശ്രീഭദ്രയിൽ ചെന്നപ്പോൾ 5 തിരിയിട്ട നിലവിളക്കുമായി സുലോചനയും മറ്റു ചില ബന്ധുക്കളും വരനെയും വധുവിനെയും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് വാങ്ങ് ജ്യോതി. സുലോചന കൊടുത്ത നിലവിളക്ക് 2 കൈകളും കൊണ്ട് ജ്യോതി വാങ്ങി. അവൾ വലതു കാൽ വെച്ച് വീടിൻ്റെ പടികൾ കയറി. സുലോചന ഒപ്പം ചെന്നു. പൂജാമുറിയിലാണ് വിളക്ക് കൊണ്ട് ചെന്ന് വെച്ചത്. ആ തക്കത്തിൽ പ്രദീപിൻ്റെ കയ്യിൽ നിന്ന് രമേഷ് മൊബൈൽ വാങ്ങി. അയാൾ ഉടൻ തന്നെ കാർത്തികയെ വിളിച്ചു. ഞാൻ എത്ര വിളിച്ചു? എന്തിനാ സെല്ല് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നേ? പരിഭവത്തോടെ അവൾ ചോദിച്ചു. ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു കാർത്തി. ഇത്ര നേരം മീറ്റിങ്ങോ? എന്നെ കളിപ്പിക്കാൻ പറയുമല്ലേ? എനിക്ക് മനസ്സിലായി രമേശ് ചേട്ടന് എൻ്റെ വേണ്ടതായി. അല്ല മോളെ, അന്നേരം നിന്നെ വിളിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ. അതുകൊണ്ടാ. അയാൾ വീണ്ടും വിശദീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ അയച്ച മെസ്സേജ് കണ്ടോ? കാർത്തിക പെട്ടെന്ന് ചോദിച്ചു. കണ്ടു. സത്യമാണോ അത്? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. നീ മുൻകരുതൽ എടുത്തതല്ലേ? അതെ, പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്ന് ഒരു മാഗസിനിൽ ഞാൻ വായിച്ചായിരുന്നു. എന്തായാലും രമേശ് ചേട്ടൻ നാളെ തന്നെ വരണം. നാളെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ. എനിക്ക് ചില അസൗകര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ തീ തിന്നുകയാ രമേശ് ചേട്ടാ. വേറെ ആരെങ്കിലും അറിഞ്ഞാൽ? ആരും അറിയില്ല. ഞാൻ മറ്റന്നാൾ വരാം. പിന്നെ വിളിക്കാം കേട്ടോ. രമേശ് ഉടൻ തന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ജ്യോതിയുടെ അടുത്തേക്ക് ചെന്നു. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. വീട് ഇഷ്ടമായോ? അയാൾ ചോദിച്ചു. അവൾ തലകുലുക്കി. സുലോചന അപ്പോൾ അവിടേക്ക് വന്നു. ഇനി ജ്യോതി ഈ ഭാരം താങ്ങണ്ട. ഓർണമെൻറ്റ്സൊക്കെ അഴിച്ചു വെച്ച് സാരിയും മാറ്റി കുളിച്ച് വേറെ ഡ്രസ്സ് ധരിക്ക്, അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. പട്ടുസാരിയും ആഭരണങ്ങളും രാവിലെ മുതൽ അവളെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. അകത്തെ മുറിയിൽ ചെന്ന് വാതിലടച്ചിട്ട് അവളെല്ലാം അഴിച്ചു വെച്ചു. ബാത്റൂമിൽ കയറി കുളിച്ചു. മാറ്റി ഉടുക്കാനുള്ള വസ്ത്രങ്ങൾ ആ മുറിയിൽ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കസവ് കരയുള്ള സാരിയും ബ്ലൗസും എടുത്ത് അവൾ ധരിച്ചു. രാത്രി നേരത്തെ എല്ലാവരും അത്താഴം കഴിച്ചു. ഒരു ഗ്ലാസ് പാലെടുത്ത് ജ്യോതിയുടെ കയ്യിൽ സുലോചന കൊടുത്തു. ചെല്ല്, ചിരിയോടെ അവൾ പറഞ്ഞു. പാലുമായി ജ്യോതി ബെഡ്റൂമിലേക്ക് ചെന്നു. രമേഷ് കാത്തിരിക്കുകയായിരുന്നു അവളെ. കരയുള്ള മുണ്ടും വെള്ള ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. അയാൾ വേഗം എഴുന്നേറ്റ് ചെന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. പാല്. ലജ്ജയോടെ അവൾ ഗ്ലാസ് നീട്ടി. രമേഷ് പാല് വാങ്ങിക്കുമ്പോൾ പിടിവിട്ട് ഗ്ലാസ് നിലത്തേക്ക് വീണ് 100 കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. ജ്യോതി ഞെട്ടിപ്പോയി. സാരമില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് പാല്, രമേഷ് പറഞ്ഞു. പക്ഷേ അവൾക്ക് കരച്ചിൽ വന്നു. അയാൾ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. TV-യിൽ ഒരു കാർട്ടൂൺ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രമേശൻ നായർ. മണി 10 ആർക്കും ഒന്ന് കഴിക്കണ്ടായോ? സാവിത്രി വന്ന് ചോദിച്ചു. ചേച്ചി കൂടെ വരട്ടെ, TV-യിൽ നിന്ന് കണ്ണെടുക്കാതെ അയാൾ പറഞ്ഞു. ഒരു എമർജൻസി കോൾ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു ഡോക്ടർ സുമതിക്കുട്ടിയമ്മ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. സാവിത്രി അടുക്കളയിലേക്ക് മടങ്ങി. എല്ലാവരും കഴിച്ച് പാത്രങ്ങൾ കഴുകി വെച്ച ശേഷം വേണം അവൾക്ക് ഒന്ന് കിടക്കാൻ. പെട്ടെന്ന് സുമതിക്കുട്ടിയമ്മയുടെ കാർ ഗേറ്റ് കടന്ന് കയറി വന്നു. രമേശൻ നായർ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. സുമതിക്കുട്ടിയമ്മ പടി കയറി വന്നു. ഹരി എവിടെ? അവർ ചോദിച്ചു. റൂമിലുണ്ട്. നല്ല വിഷമത്തിലാണ് അവൻ. മറ്റേ കുട്ടിയുടെ കല്യാണം ഇന്നായിരുന്നില്ലേ? ഇന്ന് ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല അവൻ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും രമേശ? നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ. സുമതിക്കുട്ടിയമ്മ ഹരികൃഷ്ണൻ്റെ മുറിയിലേക്ക് ചെന്നു. എന്താമ്മേ? ഹരികൃഷ്ണൻ ചോദിച്ചു. ഉറങ്ങുകയായിരുന്നോ? അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കണ്ട് അവൻ ചോദിച്ചു. ചെറുതായൊന്ന് മയങ്ങി. അവനൊരു നുണ പറഞ്ഞു. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല. എന്നാൽ വാ. ഞാനും കഴിച്ചില്ല. എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. സുമതിക്കുട്ടിയമ്മ അവനെ ഒന്ന് നോക്കി. വാ മോനെ, അവർ പറഞ്ഞു. പിന്നെ ഹരികൃഷ്ണൻ എതിർത്തില്ല. അമ്മയോടൊപ്പം അവൻ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. മേശയുടെ അടുത്ത് രമേശൻ നായർ ഉണ്ടായിരുന്നു. ഹരികൃഷ്ണനും ഒപ്പം വരുന്നു. അവൻ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തി മാത്രം എടുത്തു വെച്ചു. എന്താ ഹരി, വിശപ്പില്ലേ? അത് കണ്ട് രമേശൻ നായർ ചോദിച്ചു. ഇല്ലെങ്കിൽ ഹരി, നിനക്ക് എന്താണ് പറ്റിയതെന്ന് എനിക്കറിയാം. ഒക്കെ വെറും മണ്ടത്തരങ്ങളായിരുന്നെന്ന് കുറേ നാൾ കഴിയുമ്പോൾ നിനക്ക് സ്വയം ബോധ്യപ്പെടും.
രമേശ് നായർ പറഞ്ഞു. ഹരികൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ചിട്ട് അവൻ സ്വന്തം മുറിയിൽ ചെന്ന് വാതിലടച്ചു. അപ്പോൾ അവൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. അഭിഷേകാണ് വിളിച്ചത്. ഹരി, നീ ഉറങ്ങാൻ കിടന്നായിരുന്നോ? അവൻ ചോദിച്ചു. ഇല്ല. ഇന്നെങ്ങനെ ഉറങ്ങാൻ പറ്റുമല്ലേ? കല്യാണത്തിന് നീ വന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി കല്യാണം മുഴുവൻ ഞാൻ എൻ്റെ വീഡിയോ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നാളെ അതിൻ്റെ സീഡി തരാം. സൗകര്യം പോലെ ഇരുന്ന് കണ്ടോ. എനിക്ക് വേണ്ട. അതെന്താ? പരാജയപ്പെട്ടു പോയ ഒരു സ്നേഹത്തിൻ്റെ ശവസംസ്കാരം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അബി, ഗുഡ് നൈറ്റ്. അവൻ പെട്ടെന്ന് ഫോൺ വെച്ചു. ലൈറ്റ് അണച്ചിട്ട് അവൻ ഉറങ്ങാൻ കിടന്നു. വെളുപ്പായപ്പോഴാണ് അവൻ ഒന്ന് കണ്ണടച്ചത്. പിറ്റേന്ന് കോളേജിലേക്ക് പോകാൻ മടിയായിരുന്നു ഹരികൃഷ്ണന്. വീട്ടിലിരുന്നാൽ ഓർമ്മകൾ വേട്ടയാടും എന്ന് ഭയന്ന് ഹരികൃഷ്ണൻ കോളേജിലേക്ക് പോയി. എടി ഹരി, ഞങ്ങൾ ജ്യോതിയെ ഒന്ന് വിളിക്കാൻ പോവാണ്. അവനെ കണ്ടപ്പോൾ ഷീബ പറഞ്ഞു. അവൻ ഒന്നും മിണ്ടിയില്ല. എന്തിനാണെന്നറിയാമോ? ഫസ്റ്റ് നൈറ്റിൻ്റെ ഒരു ദൃക്സാക്ഷി വിവരണം കിട്ടുമോയെന്നറിയാനാ. അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ നമ്പർ കിട്ടിയിട്ടുണ്ട്, സവിത പറഞ്ഞു. ഹരികൃഷ്ണൻ ഒരു താല്പര്യവും കാണിക്കാതെ ഇരുന്നു. ഷീബ അപ്പോൾ തന്നെ ശ്രീഭദ്രയിലേക്ക് വിളിച്ചു. സുലാജയാണ് ഫോൺ എടുത്തത്. ഞാൻ ഷീബയാണ്, ജ്യോതിയുടെ ക്ലാസ്മേറ്റ്. അവളെ ഒന്ന് വിളിക്കാമോ? ഷീബ ചോദിച്ചു. അവൾ കുളിക്കുകയാണല്ലോ. ഷീബ വിളിച്ചിരുന്നു എന്ന് പറയണം. അത് മതി. പക്ഷേ ഷീബ വിളിച്ച കാര്യം ജ്യോതിയോട് പറയാൻ സുലോചന മറന്നു. ഞാൻ ഉച്ചകഴിഞ്ഞ് എറണാകുളം വരെ പോകുന്നു. അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ രമേശ് പറഞ്ഞു. ഞാനും വരട്ടെ? വേണ്ട, ഓഫീസിലെ കാര്യത്തിന് വേണ്ടി ഒരാളെ കാണുവാനാ. വേഗം വരാം. ഊണ് കഴിഞ്ഞ് രമേശ് കാറെടുത്ത് എറണാകുളത്തിന് പുറപ്പെട്ടു. വൈറ്റിലയിലെത്തിയപ്പോൾ അയാൾ കാർത്തികയെ വിളിച്ചു. നീ എവിടെയാണ്? ഹോസ്റ്റലിലുണ്ട്. എപ്പോഴാ രമേശേട്ടൻ വരുന്നത്? അരമണിക്കൂറിനുള്ളിൽ ഞാനെത്തും. നീ റെഡിയായി നിൽക്കണം. നമുക്ക് പുറത്തേക്ക് പോകാം. ശരി രമേശേട്ടാ. രമേശ് ഹോസ്റ്റലിൻ്റെ മുമ്പിൽ കാറുമായി ചെന്നപ്പോൾ കാർത്തിക ഇറങ്ങി വന്നു. കയറ്, അയാൾ പറഞ്ഞു. ഫ്രണ്ട് ഡോർ തുറന്ന് അവൾ കാറിൽ കയറി. എങ്ങോട്ടാ പോകുന്നത്? അവൾ ചോദിച്ചു. ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക്. പ്രഗ്നൻ്റ് ആണോ എന്ന് കൺഫ്യൂസ് ചെയ്യണമല്ലോ. രമേശേട്ടന് എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. എങ്കിലും നമ്മളത് ഉറപ്പാക്കണം മോളെ. എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ എത്രയും വേഗം രമേശേട്ടൻ എന്നെ കല്യാണം കഴിക്കണം. അധിക ദിവസം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കച്ചേരിപ്പടി കഴിഞ്ഞ് കാർ ഇടത്തേക്ക് തിരിഞ്ഞു. ലളിത മെഡിക്കൽ ലബോറട്ടറിയുടെ മുമ്പിൽ ചെന്നാണ് വണ്ടി നിന്നത്. ഇറങ്ങി വാ, രമേശ് പറഞ്ഞു. കാറിൽ നിന്നിറങ്ങി കാർത്തിക അയാളുടെ പിന്നാലെ ചെന്നു. എൻ്റെ വൈഫാണ്. പ്രഗ്നൻസി ടെസ്റ്റ് നടത്താനാണ്. റിസപ്ഷനിലുണ്ടായിരുന്ന ചെറുപ്പക്കാരിയോട് അയാൾ പറഞ്ഞു. എന്താണ് പേര്? അവൾ ചോദിച്ചു. ഗായത്രി, അയാൾ പറഞ്ഞു. വയസ്സ് 22. കാർത്തിക അയാളെ ഒന്ന് നോക്കി. അയാളത് കണ്ടതായി നടിച്ചില്ല. അപ്പോഴേക്ക് വെള്ള യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടി അകത്തുനിന്ന് വന്നു. അകത്തേക്ക് ചെല്ല്, കാർത്തികയുടെ ചെറുപ്പക്കാരി പറഞ്ഞു. പെൺകുട്ടിയോടൊപ്പം അവൾ പോയി. അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും സാർ, ചെറുപ്പക്കാരി പറഞ്ഞു. അത് സാരമില്ല. അല്പം കഴിഞ്ഞപ്പോൾ കാർത്തിക വന്നു. റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അവൾ പറഞ്ഞു. അതുവരെ നമുക്ക് കാറിൽ ചെന്നിരിക്കാം. രണ്ടുപേരും പുറത്തിറങ്ങി കാറിൽ ചെന്നിരുന്നു. കാർത്തിക, ഒരു കാര്യം ഞാനിപ്പോൾ തന്നെ പറയാം. നീ പ്രഗ്നൻ്റ് ആണെങ്കിലും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതെന്താ? ഞെട്ടലോടെ അവൾ ചോദിച്ചു. 1 വർഷം കൂടി കഴിയാതെ മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കൊരു അനുജത്തിയുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ. അപ്പോൾ എൻ്റെ കാര്യം? നമ്മൾ അബോർഷൻ നടത്തുന്നു, അയാൾ പറഞ്ഞു. അവൾ ഞെട്ടി. ഞാൻ സമ്മതിക്കത്തില്ല. കാർത്തിക കരയാൻ തുടങ്ങി. ഞാൻ പറയുന്നത് കേൾക്കുമോളെ. തൽക്കാലം നമ്മളിത് ഇല്ലാതാക്കുന്നു. പെങ്ങളുടെ കല്യാണം എത്രയും വേഗം ഞാൻ നടത്തും. അത് കഴിഞ്ഞ് നമ്മുടേത്, ഉറപ്പ്. അയാൾ അവളുടെ കൈപിടിച്ച് സത്യം ചെയ്തു. വിശ്വാസം വരാതെ കാർത്തിക അയാളെ ഒന്ന് നോക്കി. നീ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി റിസൾട്ട് മേടിച്ചുകൊണ്ട് വരാം. ചിലപ്പോൾ നീ പേടിക്കുന്ന പോലൊന്നും സംഭവിച്ചു കാണത്തില്ല, അല്പം കഴിഞ്ഞപ്പോൾ രമേശ് പറഞ്ഞു. അയാൾ കാറിൽ നിന്നിറങ്ങി റിസപ്ഷനിലേക്ക് ചെന്നു. കൺഗ്രാജുലേഷൻസ് സാർ, താങ്കളൊരു അച്ഛനാകാൻ പോകുന്നു, പുഞ്ചിരിയോടെ ചെറുപ്പക്കാരി അയാളോട് പറഞ്ഞു. ടെസ്റ്റിനുള്ള ചാർജ് കൊടുത്തിട്ട് രമേശ് കാറിനടുത്തേക്ക് ചെന്നു. കാർത്തിക ഉത്കണ്ഠയോടെ തലയുയർത്തി നോക്കി. പോസിറ്റീവാണ്, അയാൾ പറഞ്ഞു. അയാൾ കാറിലേക്ക് കയറി. കവർ ഡാഷ്ബോർഡിൽ വച്ചടച്ചിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. നിന്നെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് ചെന്ന് വിടാം. എന്നിട്ട് ഈ ആഴ്ചയിൽ തന്നെ ഞാൻ വരാം. നല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാം. കാർത്തിക ഒരു പ്രതിമ പോലെ ഇരുന്നതേയുള്ളൂ. ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. ഇറങ്ങ്, ഞാൻ പിന്നെ വിളിക്കാം. അവൾ യാന്ത്രികമായി ഇറങ്ങി. കാർ പോകുന്നു നോക്കി അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ റൂമിലേക്ക് പോയി. സുചിത്ര വന്നപ്പോൾ 7 മണിയായി. കാർത്തിക അപ്പോൾ കിടക്കുകയായിരുന്നു. നിന്റെ രമേശേട്ടൻ വന്നോ? സുചിത്ര ചോദിച്ചു. എന്നിട്ട് എന്തായി കാര്യങ്ങൾ? ലാബിലേക്ക് പോയത് മുതലുള്ള കാര്യങ്ങൾ അവൾ സുചിത്രയോട് പറഞ്ഞു. എന്നിട്ട് നീ സമ്മതിച്ചോ? സമ്മതിക്കാതെ എന്ത് ചെയ്യും? സുഭാഷ് ചേട്ടൻ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. കാർത്തികയുടെ രണ്ടാനച്ഛൻ്റെ മകനാണ് സുഭാഷ്. ടാക്സി ഡ്രൈവറാണ് അയാൾ. എന്ത് ചെയ്യണമെന്നറിയാതെ സുചിത്രയായിരുന്നു. കല്യാണം കഴിക്കാൻ പറ്റിയ മാർഗം നീയാണ് പറഞ്ഞത് അന്ത്. നിന്നെ വിശ്വസിച്ച് ഞാൻ ഒടുവിൽ കുഴിയിൽ ചാടി, കാർത്തിക പറഞ്ഞു. ആ വാക്കുകൾ സുചിത്രയുടെ മനസ്സിൽ ചെന്നുകൊണ്ടു. ഇല്ല മോളെ, രമേശ് നിന്നെ കല്യാണം കഴിക്കും. ഞാനത് നടത്തിത്തരും. അയാളുടെ വീട് എവിടെയാണെന്ന് അറിയില്ലേ നിനക്ക്? രാമപുരത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാലായിലല്ലേ ഓഫീസ്? അതെ.
നാളെ നമ്മൾ രമേഷിനെ ഓഫീസിൽ ചെന്ന് കാണുന്നു. ഞാൻ സമ്മതിപ്പിക്കാം അയാളെ കൊണ്ട്, സുചിത്ര പറഞ്ഞു. പക്ഷേ ഒരു പക്ഷേയുമില്ല. നാളെ രാവിലെ നമ്മൾ പാലായ്ക്ക് പോകുന്നു. കുറച്ച് സ്വരമായിരുന്നു സുചിത്രയുടേത്. പിറ്റേന്ന് രാവിലെ അവർ പാലായിലേക്ക് പുറപ്പെട്ടു. ചെല്ലുന്ന കാര്യം രമേഷിനെ അറിയിച്ചതേയില്ല. PWD ഓഫീസ് കണ്ടുപിടിക്കാൻ അവർക്ക് പ്രയാസം വന്നില്ല. രമേഷ് സാറിനെ കാണാൻ വന്നതാ ഞങ്ങൾ. ഓഫീസിൽ ചെന്ന് വാതിലിനടുത്തുള്ള സീറ്റിലിരിക്കുന്ന ചെറുപ്പക്കാരനോട് സുചിത്ര പറഞ്ഞു. രമേഷ് സാർ ഒരാഴ്ച ലീവിലാണ്, അയാൾ പറഞ്ഞു. അതെന്താ? 2-3 ദിവസം മുമ്പായിരുന്നു സാറിൻ്റെ കല്യാണം. മധുവിധുവിന് പോയിരിക്കുക. ഞെട്ടലോടെ സുചിത്രയും കാർത്തികയും പരസ്പരം നോക്കി. കഥ തുടരും.